ഹായ് കൂട്ടുകാരെ, ഞാൻ അത്തർ ഇല്യാസാണ്. എനിക്ക് ഇപ്പോൾ ഓർമ്മ വന്ന ഒരു വാക്യം വികലാംഗത്വം ശാപമല്ല ദൈവികമാണ് എന്നുള്ളൊരു വാക്യമാണ്. ഇത് എഴുതി വച്ചിരിക്കുന്നത് നമ്മുടെ നാലാഞ്ചിറ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സ്ഥാപനമുണ്ട്, VRC എന്ന് പറഞ്ഞിട്ട്. അവിടെ എനിക്കും അവിടെ പഠിച്ചിട്ടുള്ള കുട്ടികൾക്കും വളരെ പ്രിയപ്പെട്ട ഒരു അധ്യാപകനുണ്ട്. അദ്ദേഹം റിട്ടയറായി. ഞങ്ങൾ പഠിച്ചിരുന്ന ബാച്ചിൽ ഉണ്ടായിരുന്ന അധ്യാപകനാണ് ബഹുമാനപ്പെട്ട രാജു സാറ്. രാജു സാറിൻ്റെ റൂമിലേക്ക് കയറി പോകുമ്പോൾ തന്നെ വലിയൊരു അക്ഷരത്തിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ വാക്യം. എന്താണ്? വികലാംഗത്വം ശാപമല്ല ദൈവികമാണ് എന്ന് പറഞ്ഞു. അതായത് ഏതെങ്കിലും രീതിയിലുള്ള വൈകല്യത്തിനെ സാർ അവിടെ ദൈവം തന്ന ഒരു അനുഗ്രഹമായിട്ടാണ് എടുത്ത് കാണിച്ചിരിക്കുന്നത്, ഒരു പോസിറ്റീവായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. നമ്മുടെ ഒരു കുറവിനെ മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്ന രീതിയിലുള്ള ഒരു കഴിവായിട്ടാണ് എടുത്ത് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഭിന്നശേഷിയെ നമ്മളിൽ പെട്ട ചില സഹോദരന്മാരെങ്കിലും ഒരു കുറവായിട്ട് കണക്കാക്കി ഉൾവലിഞ്ഞ് വീട്ടിനകത്ത് എനിക്കൊന്നും കഴിയില്ല, ഞാൻ ഒറ്റപ്പെട്ടു പോയി, അല്ലെങ്കിൽ ഞാൻ കുറവുള്ള ആളാണ്, അല്ലെങ്കിൽ ദൈവത്തിനെ പടച്ചവനെ പഴി പറഞ്ഞുകൊണ്ട് ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അത് ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അപ്പോൾ അങ്ങനൊരു വാക്യം കേൾക്കുമ്പോൾ നമുക്കൊരു പ്രചോദനം കിട്ടുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഒരു ഉൾക്കരുത്തായിട്ട് അങ്ങനെയുള്ള വാക്യങ്ങൾ മാറാറുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചിറ്റൂർ ഭാഗത്താണ്. ചിറ്റൂർ നമ്മുടെ ഒരു സഹോദരനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, ഒരു വ്യത്യസ്തനായ ഒരു വ്യക്തിത്വത്തിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ഖാദികൻ ഷാജി എന്നറിയപ്പെടുന്ന ഒരു സഹോദരനാണ്. എൻ്റെ ഒരു കാക്കയുടെ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് അദ്ദേഹമായിട്ട് നമ്മൾ ചില വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ്. എന്നെപ്പോലെ തന്നെ ജന്മന ഭിന്നശേഷിക്കാരനായ ഒരു സഹോദരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കടന്നുപോയ വഴികളെക്കുറിച്ച് നമുക്ക് ചില ചോദ്യങ്ങൾ അദ്ദേഹവുമായിട്ട് നമുക്ക് ഇന്നൊരു ദിവസം പങ്കുവയ്ക്കാം. ഇത് പൂർണ്ണമായിട്ടും കാണും എന്ന് വിശ്വസിക്കുന്നു. പരിപൂർണമായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. ശരി, ഞാൻ അദ്ദേഹവുമായിട്ട് വീഡിയോയിലേക്ക് പോവുകയാണ്. നമസ്കാരം കാക്ക. നമസ്കാരം ഇല്യാസേ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വിശേഷങ്ങൾ നല്ല വിശേഷമാണ്, സുഖമാണ്. ഈ കോവിഡ് കാലഘട്ടത്തിൽ എങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു? കോവിഡ് കാലഘട്ടം കുറച്ച് പ്രയാസങ്ങളുണ്ട്. പക്ഷേ എങ്കിലും വീട്ടിനകത്തിരിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയാണ് നമ്മൾ വീട്ടിനകത്തിരിക്കണം എന്ന് ഗവൺമെൻറ് പറയുന്നത്. അതനുസരിച്ച് നമ്മൾ വീട്ടിലിരിക്കുകയാണ്. അത്യാവശ്യം പുറത്ത് പോകും, തിരിച്ച് വീട്ടിൽ വരും. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് വേണ്ടത്. സുരക്ഷിതരായിരിക്കുക, ആരോഗ്യത്തോടെ ഇരിക്കുക, സന്തോഷവാനായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ മുൻകൂട്ടി തയ്യാറാക്കിയ ചോദ്യങ്ങളൊന്നുമില്ല, എന്നാലും ചോദ്യ രൂപത്തിൽ ചില കാര്യങ്ങൾ കാക്കയുടെ ജീവിതം ഇത് കാണുന്ന കൂട്ടുകാർക്ക് ഒരു പ്രചോദനമാവാൻ വേണ്ടി ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ ഈ ഖാദികൻ ഷാജി എന്നുള്ള പേര് എങ്ങനെയാണ് കിട്ടിയത്? ഇപ്പോൾ അത്തർ ഇല്യാസ് എന്ന് പറഞ്ഞാൽ എൻ്റെ പേരാണ്. അപ്പോൾ ഞാൻ അത്തറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളായതുകൊണ്ടാണ് അത്തർ എന്ന ആൾക്കാർ അത്തർ ഇല്യാസ് എന്ന് വിളിച്ചാണ് അങ്ങനെ പേരായത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കാക്കയുടെ പേര് ഖാദികൻ ഷാജി എന്നെങ്ങനെയാണ് വീണത്? ഖാദികൻ എന്ന പേര് വീണതിന് മുമ്പുള്ള ചില സംഗതികളിലേക്ക് കടന്നു വരാം. അവിടെ മുതൽ ഇങ്ങോട്ട് തുടങ്ങിയെങ്കിൽ മാത്രമേ അത് പൂർണ്ണതയിൽ എത്തുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. അതെ അതെ. ഞാനൊരു 10-11 വയസ്സ് വരെ വീടിനകത്ത് തന്നെ അടച്ചു കഴിഞ്ഞിരുന്ന ഒരാളാണ്. ഈ 11 വയസ്സെന്ന് പറയുന്നത് എനിക്ക് നേരത്തെ പറഞ്ഞതുപോലെ പോളിയോ ബാധിതനാണ് ഞാൻ. ജന്മന വൈകല്യമുള്ള ആളല്ല. പോളിയോ ബാധിച്ച് 1.5 വയസ്സിൽ കിടപ്പിലായതിനു ശേഷം ഹോസ്പിറ്റലിൽ ചികിത്സ, മറ്റു കാര്യങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ഇങ്ങനെ മരിച്ചുപോയി എന്ന കുട്ടിയെ പോലെ കിടന്നിരുന്ന സമയത്ത് എങ്ങനെയൊക്കെയോ എനിക്കൊരു പുനരുജ്ജീവനം ലഭിച്ച് ഒരു 7 വയസ്സിന് ശേഷം വീടിനകത്ത് തന്നെ ഇഴഞ്ഞു കളിച്ച് അവിടെ നിന്ന് പിന്നെ വീടിന് പുറത്തേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ വളരെ ബുദ്ധിമുട്ടി എൻ്റെ രക്ഷകർത്താക്കളുടെയും സർവേശ്വരൻ്റെയും കാരുണ്യം കൊണ്ട് ഈ രീതിയിൽ എത്തിച്ചേരാൻ പറ്റി. അപ്പോൾ വിദ്യാഭ്യാസ കാലഘട്ടം പൂർണ്ണമായി എനിക്ക് നഷ്ടപ്പെട്ടു, വിദ്യാഭ്യാസം ചെയ്യാൻ പറ്റി. അപ്പോൾ അതിനിടയിൽ എന്നെ ഇവിടെ എന്തെങ്കിലും കൊണ്ടുപോയി പഠിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ച എൻ്റെ പിതാവ്, അദ്ദേഹം മരണപ്പെട്ടു പോയി. അദ്ദേഹം എന്നെ നാലാഞ്ചിറ, നേരത്തെ ഇല്യാസ് പറഞ്ഞ നാലാഞ്ചിറ വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ സെൻറ്റർ, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ്, അവിടെ 78-ലോ 81-ലോ ആണെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യമായി ഓർമ്മയില്ല. അവിടെ കൊണ്ടുവന്ന് ആക്കുകയാണ് വാച്ച് റിപ്പയറിംഗ് സെക്ഷനിലാണ് എന്നെ ഇരുത്തിയത്.
ഞാൻ അവിടെ ഇങ്ങനെ കഴിഞ്ഞ് പോകുമ്പോൾ ഏകദേശം ഒരു 15 ദിവസത്തെ ഇവാലുവേഷനാണ് ആദ്യം തന്നത്. പക്ഷെ 1 മാസം കണ്ടിന്യൂസ് ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ 1 മാസം അവിടെ തന്നെ ഇങ്ങനെ പഠിക്കാൻ തുടങ്ങി. അതിനിടയിൽ നമ്മൾ അന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി KGR കർത്തയൻ, അത് നോക്കിയാൽ അറിയാം ഏത് വർഷമാണ്. അപ്പം ഞാൻ അവിടുത്തെ ഈ വിദ്യാഭ്യാസത്തിനിടയിൽ അല്പസ്വല്പം പാട്ട് പാടും. അതാണ് നമ്മുടെ ഒരു ജീവിതത്തിന്റെ സന്തോഷം. കാരണം പലപ്പോഴും ഈ കണ്ണു നിറയുന്ന പ്രയാസങ്ങൾ വരുമ്പോഴത്തേക്ക് റേഡിയോയിൽ നിന്ന് കേൾക്കുന്ന പാട്ടുകളാണ് ഞാൻ ആശ്രയിച്ചിരുന്നത്. അത് പിന്നെ ഞാൻ ഹൃദയസ്ഥമാക്കി തിരിച്ചു പാടാൻ തുടങ്ങി. അങ്ങനെ റേഡിയോയ്ക്ക് ഒരു കൂട്ടുകാരനായി ഞാനും, റേഡിയോ എനിക്കൊരു കൂട്ടുകാരനായി. അന്ന് എനിക്ക് കേൾക്കാൻ വേറെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. എന്നെ കേൾക്കാൻ റേഡിയോ കേൾക്കാൻ ഞാനും മാത്രമായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ 4-ാം തരം ഇരിക്കുമ്പോഴത്തേക്ക് അന്നൊരു അദ്ദേഹത്തിൻ്റെ ഫോർമാൻ രാമേന്ദ്രപിള്ള സാർ, അവിടുത്തെ ഫോർമാൻ രാമേന്ദ്രപിള്ള സാർ നമ്മുടെ സെക്ഷനിൽ വന്ന് ചോദിച്ചു, നിങ്ങളുടെ ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും കലാപരമായ പാട്ട് പാടാനോ അത് കഴിയുന്ന ആരെങ്കിലും എന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ 4-5 പേരുണ്ട്. അശോക് കുമാർ, തൃശ്ശൂരുള്ള അശോക് കുമാറുണ്ട്, പിന്നെ ഞാനുണ്ട്, വേറെ 1-2 പേരുടെ പേര് എനിക്ക് ഓർമ്മയില്ല. അപ്പം ഞാൻ പറഞ്ഞു പോയാണ് രാജു. ഞാൻ പറഞ്ഞു രാജു നല്ല സുന്ദരമായിട്ട് പാടും സാർ എന്നുള്ളത്. അപ്പം ഞങ്ങൾ ഹോസ്റ്റലിലാണ് കിടക്കുന്നുണ്ട്. അപ്പം രാജുവും അശോക് കുമാറിനോട് പറഞ്ഞു, ഷാജാൻ എന്നുള്ള 1-2 കഥാപ്രസംഗം പറയും എന്നോട്. അപ്പോൾ എന്നാൽ പിന്നെ കഥാപ്രസംഗത്തിന് പേര് കൊടുത്തോളൂ, നീ ഗാനമേളയും കഥാപ്രസംഗം നിങ്ങളുടെ സെക്ഷനിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഞങ്ങളുടെ എല്ലാം സെറ്റ് ചെയ്ത്. അപ്പോൾ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഓർക്കസ്ട്ര കാണുന്നത്. ഓർക്കസ്ട്ര കണ്ടിട്ടില്ല. അവർ ഓർക്കസ്ട്രക്കാർ വന്നു. അപ്പോൾ അവർ വന്നപ്പോൾ വേറൊരു ടിസ്റ്റ് എന്ന് പറയുന്നത്, ഞങ്ങൾ ശാരീരിക വൈകല്യം ഉള്ളവർ എന്നതുപോലെ 2 കറുത്ത കണ്ണട വെച്ച 2 ആൾക്കാരാണ്. അപ്പോൾ അവരെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി 2 പേർക്കും കണ്ണ് കാണില്ല. ഞങ്ങളുടെ കൂട്ടുകാരെ തന്നെ കിട്ടി. എന്തായാലും ഞാൻ ഇങ്ങനെ ഈ അനീസിയ പണ്ട് കാലം മുതൽ കേട്ട് സാംബേശ്വരൻ സാറിൻ്റെ അനീസിയ കേട്ട് കുറേയൊക്കെ എൻ്റെ ബൈഹാർട്ടായിരുന്നു. അപ്പോൾ അത് പറയാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞാൽ കൊള്ളാം, ഇത് ഞങ്ങൾക്ക് അറിയാവുന്നതാണ്, ഇത് സ്റ്റേജിൽ പറയാൻ തുടങ്ങി. അപ്പോൾ സ്റ്റേജ് എവിടെയാണെന്ന് അറിയില്ല. എന്തായാലും ആ ദിവസം വന്നു, ഒരു വാൻ വന്ന് നിന്നു. അതിനകത്ത് ഞങ്ങളെല്ലാവരും കയറ്റി. ചെന്നിറങ്ങിയത് ഊളംപാറ മാനസികാരോഗ്യ കേന്ദ്രത്തിലാണ്. സത്യത്തിൽ അവിടെ ഈ മാനസികാരോഗ്യ കേന്ദ്രത്തിലാണ് പോകണമെന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അവിടെ കൊണ്ടുവന്നപ്പോൾ ഇത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ, അവിടുത്തെ രോഗികളായിട്ടുള്ള ആൾക്കാരുടെ മാനസിക വിഭ്രാന്തി കുറേയൊക്കെ കുറഞ്ഞ് സെല്ല് വിട്ട് കഴിയുന്നവർക്കും സെല്ലിൽ കിടക്കുന്നവർക്കും ലൈവ് കാണത്തക്ക രീതിയിൽ ഞങ്ങൾ പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസികമായ ഒരു ഉല്ലാസം, രോഗികൾക്കുള്ള മാനസികമായ അത് മനസ്സിലാക്കുക. അവരിൽ ഏത് രീതിയിലാണ് ഇത് കൺവെർട്ട് ചെയ്യുന്നത്, ഏത് രീതിയിലാണ് അവരതിനെ ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ലയോ, അല്ലെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ഒരു വൈലൻ്റ് ആവുമോ, അല്ല അവർ സന്തോഷം ഉണ്ടാവും, ചിരിക്കുമോ കളിക്കുമോ, അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒട്ടനവധി കലാരൂപങ്ങൾ, നാടൻ കളറിപ്പയറ്റ് വരെയുള്ള സംഗതികളോട് നടത്തി. എനിക്ക് ആകെ കൂടി 15 മിനിറ്റാണ് കഥാപ്രസംഗം പറയാൻ അവസരം തന്നത്. അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് സ്റ്റേജ് അഭിമുഖീകരിക്കുന്നു. അപ്പോൾ സ്റ്റേജ് എന്ന് പറയാൻ പറ്റില്ല. കുറേ മനുഷ്യരിങ്ങനെ ഇരിക്കുന്നു. അവർക്ക് എന്ത് വികാരമാണുള്ളതെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. അവരൊരു മനുഷ്യരൂപങ്ങളാണ്. അവരുടെ മുമ്പിൽ നമ്മൾ പെർഫോം ചെയ്യണം. ഞാനങ്ങനെ അനീസിയെ പറഞ്ഞു തുടങ്ങി. 15 മിനിറ്റ് കഴിഞ്ഞു, ആരും നിർത്താൻ പറയുന്നില്ല. 20 മിനിറ്റ് കഴിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ 1 മണിക്കൂർ കഥ പറഞ്ഞു. 1 മണിക്കൂർ തന്നെ. അതായത് ഞാൻ ടൈപ്പ് പറയുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 1 മണിക്കൂറായപ്പോഴത്തേക്ക് ഇൻ്റർവ്യൂലായി. കൂടെ വന്നിട്ട് പാടാറിയാവുന്ന ഒരു രാജു എന്നുള്ള പേരുണ്ട്. അവൻ അന്ന് 7 സ്വരങ്ങളോ മറ്റോ ആണെന്ന് തോന്നുന്നു പാടിയത്. ആ പാട്ട് പാടി. അതിനുശേഷം കഥ ആരംഭിക്കുന്നതിന് മുമ്പ് ഒരാളെന്ന് പറഞ്ഞ് 15 മിനിറ്റ് സമയം തന്നിരുന്ന നിങ്ങളിപ്പോൾ 1 മണിക്കൂർ കഥ പറഞ്ഞിട്ടും ആരും ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളൊരു 15 മിനിറ്റ് കൊണ്ട് കഥ തീർക്കണം. കാരണം ഒരുപാട് പ്രോഗ്രാംസ് നടക്കാം. ഞാൻ വളരെ സന്തോഷം. നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം എനിക്കറിയില്ലല്ലോ. ഞാൻ പറയുന്ന ടൈമൊന്നും ഞാൻ നോക്കുന്നില്ല. എനിക്ക് എൻ്റെ കഥ പറഞ്ഞു തീർക്കണം, അത്രേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ 15 മിനിറ്റ് കൂടി 1.5 മണിക്കൂറിൻ്റെ കഥ പറഞ്ഞു തീർത്തു. അവർക്ക് എന്ത് വികാരമാണ് ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അവർ കുറേ മനുഷ്യരിങ്ങനെ എൻ്റെ മുമ്പിൽ കൂടിയിരിക്കുന്നു. അവരുടെ മുമ്പ് ഞാൻ എന്തൊക്കെ പെർഫോം ചെയ്തു. അതിലുപരിയായിട്ട് അതിൽ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എനിക്കും അവർക്കും എന്താണെന്ന് എനിക്കറിയില്ല. ഒരു മൂകമായ മനസ്സോടുകൂടിയാണ് കഥാപ്രസംഗം കഴിഞ്ഞാൽ എൻ്റെ കിടക്കുന്ന നമ്മുടെ റൂമിലേക്ക് പോയി. അന്ന് അതിനെക്കുറിച്ച് കുറേ ഡിസ്കഷൻ കാര്യങ്ങളും കടന്നു. എന്തായാലും 30 ദിവസം കഴിഞ്ഞ് അവിടുത്തെ ഇവാലുവേഷൻ എല്ലാം കഴിഞ്ഞ് അപ്പോൾ കഥാപ്രസംഗത്തിൽ സ്റ്റേജ് ചെയ്യുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്കുണ്ട്. ആൾക്കാരുടെ മുമ്പിൽ പെർഫോം ചെയ്തു. ആത്മസംതൃപ്തി. നമ്മുടെ കൊച്ചുകിലകം എന്ന് പറഞ്ഞാൽ എൻ്റെ കൊച്ചു ഗ്രാമത്തിലേക്ക് തിരിച്ച് കഴിഞ്ഞു പോയി. പിന്നെ നമ്മൾ വിളിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചില്ല. എന്തായാലും അതോടുകൂടി അവിടുത്തെ അത് കഴിഞ്ഞു. ഇതായിരുന്നു എൻ്റെ നിയോഗം. അവിടെ കഥാപ്രസംഗം പറയുക എന്നതായിരുന്നു എൻ്റെ നിയോഗം. അവരിവിടെ തിരിച്ച് വിളിച്ചില്ല. അന്ന് നരസിംഹറാവു എന്ന് പറയുന്ന ആളായിരുന്നു എൻ്റെ MD, മാനേജിംഗ് ഡയറക്ടർ. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. എന്തായാലും കൊച്ചിയിലെങ്കിൽ വീണ്ടും ഞാൻ വീടിൽ നിന്ന് എന്നെ പള്ളിപ്പുരയിലേക്ക് 13ാമത്തെ വയസ്സുള്ള സമയത്താണ് പള്ളിപ്പുരയിൽ എൻ്റെ മതപഠന അർത്ഥം ഉണ്ടാക്കുന്നു. നല്ല സ്കൂൾ വിദ്യാഭ്യാസമുണ്ട്. അങ്ങനെ മതപഠനം കുറേ പഠിച്ചു. അതിനിടയിൽ കൊച്ചു കൊച്ചു നാടകങ്ങൾ എഴുതാൻ തുടങ്ങി. അവിടെ പള്ളിക്കൂടത്തിൽ പോകാത്ത നീയങ്ങളെ നാടകം എഴുതുന്നതാണ് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു മോശമായ ചോദ്യമാണ്. മോശമാണെന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ ഉത്തരം എനിക്കറിയില്ല എന്നുള്ളതാണ്.
അത് ജന്മസിദ്ധമായിട്ട് അത് പഠിച്ചോണ്ട് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഈ മദ്രസയിൽ പഠിക്കുന്ന കൂട്ടത്തിൽ അറബി അക്ഷരങ്ങൾ എഴുതി പഠിപ്പിച്ചു. എൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ മലയാളം എഴുതണമെന്നുള്ളത് കൊണ്ട് ഈ വായും കായും കീയൊക്കെ എങ്ങനെയൊക്കെ എഴുതി പറ്റിച്ച് അങ്ങനെ അങ്ങനെ എഴുതുകാർ യഥാർത്ഥത്തിൽ കാക്ക സ്കൂളിൽ പോയി പഠിച്ചിട്ടില്ല. എൻ്റെ നാട്ടിൽ അന്വേഷിച്ചാൽ അറിയാം, വ്യക്തമായി അറിയാം. കൊച്ചിയിലെങ്കിലുള്ള ആരിപ്പൽ സ്കൂളിലായിരുന്നാലും ചോഴിക്കോട് സ്കൂളിലായിരുന്നാലും ഞാൻ പഠിച്ചിട്ടില്ല, മദ്രസ സ്കൂളിലായിരുന്നാലും ഞാൻ പഠിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി പഠിപ്പിക്കാനുള്ള സൗകര്യമില്ല. കാരണം എൻ്റെ ജ്യേഷ്ഠന്മാർ രണ്ടുപേര് പഠിക്കുന്നവരാണ്. അവർ യു പി എസിൽ പഠിക്കുമ്പോഴേ ഞാൻ വീട്ടിലാണ്. അവർ എൽ പി എസ് പഠിക്കുമ്പോൾ അവരരിപ്പം യു പി എസിലേക്ക് വരുമ്പോഴത്തേക്ക് ഞാൻ ഒരുപക്ഷെ അവർക്കൊരു 7-9 വയസ്സൊക്കെ ഉള്ള സമയത്ത് അല്ലെങ്കിൽ 10 വയസ്സുള്ള സമയത്ത് ഞാൻ അവരുടെ ഒരു 4 വയസ്സിന് താഴെയുള്ള ആളാണ്. 1-2 വയസ്സാണ് അവർ. അപ്പം അതിന് തൊട്ടൊരു അപ്പോൾ എന്നെ എടുത്തുകൊണ്ട് പോകത്തക്ക സാഹചര്യമോ വീട്ടിൽ കൊണ്ടുപോകത്തക്ക വാഹന സൗകര്യമോ എന്നെ കൊണ്ടുപോകുന്ന മറ്റു സൗകര്യങ്ങളോ ഇല്ല. വീട്ടിലിരുത്തി പഠിപ്പിക്കത്തക്ക സാമ്പത്തിക സിറ്റുവേഷൻ ഇല്ല. അപ്പോൾ അവർ പഠിക്കുന്ന പുസ്തകങ്ങൾ ഞാൻ കാണുമായിരുന്നു, അവർ വായിക്കുന്നത് പോയി നോക്കിയിരിക്കുകയും ചെയ്യുമായിരുന്നു. അതാണ് എനിക്കുള്ള ഏറ്റവും വലിയ കിട്ടിയ ഒരു കൗതുകകരമായ കാഴ്ച. അത് മാത്രമേ ഉള്ളൂ, പഠനം എന്നുള്ള രീതി. അത് മാത്രമേ ഉള്ളൂ. പിന്നെ മദ്രസയിൽ പോകുന്ന സമയത്ത് അതാണെന്ന് തോന്നുന്നു എനിക്കൊരു പ്രചോദനമായത്. അങ്ങനെ എഴുത്തുമാരി എങ്ങനെയോ പഠിച്ചു. അങ്ങനെ നാടകം രചന, അതായത് ഒരു വികലാംഗന്റെ സ്വകാര്യമായ ദുഃഖങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നാടക രൂപേണ രചിക്കാൻ തുടങ്ങി. ആ നാടകം അവിടെ പെർഫോം ചെയ്യണം തോന്നി. 4-5 പേരെ വിളിച്ച് അതിനാവശ്യമായ കൂട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി റിഹേഴ്സൽ നടന്നിട്ടുണ്ട്. വേറെ എന്നുള്ള സുഹൃത്തുക്കൾ പറഞ്ഞു, ഷാജി ഒരു കാര്യം ചെയ്യും, നമുക്ക് ഇപ്രാവശ്യം നാടകം വേണ്ട, കഥാപ്രസംഗം ചെയ്യാം. പക്ഷേ അതെങ്ങനെ, നിനക്ക് അനീസി പറയാൻ അറിയാമല്ലോ. നമ്മുടെ അനീസി എൻ്റെ കഥയല്ല, നിനക്കറിയില്ല. സാംബശിവൻ സാറിൻ്റെ കഥ നമുക്കറിയാം. അദ്ദേഹം പറഞ്ഞ കഥ അതേപടി നീ ഇവിടെ അവതരിപ്പിക്കുന്നു, ഞങ്ങളത് കേൾക്കുന്നു. എന്താ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. പക്ഷേ എനിക്ക് ഓർക്കസ്ട്ര വേണം. ഓർക്കസ്ട്ര ഞങ്ങൾ തരാം. രണ്ടാമത്തെ വേദി എവിടെയാണ്? രണ്ടാമത്തെ വേദി എൻ്റെ 1983 മെയ് 13-ാം തീയതിയാണെന്നാണ് എൻ്റെ ശരിയെന്ന് നോട്ടീസ് സ്ലിപ്പിൽ എന്തായാലും അങ്ങനെയാണ് എൻ്റെ ഓർമ്മ. എന്നാൽ 83-ൽ കൊച്ചിയിലെങ്കിൽ ശക്തി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്ന ക്ലബ്ബ് രൂപപ്പെടുകയും അതിനോടനുബന്ധമായിട്ട് ഞാൻ ഈ കഥാപ്രസംഗം അവതരിപ്പിക്കുകയും ചെയ്തു. അനീസിയ വമ്പിച്ച വിജയമായിരുന്നു. അന്ന് ആ നാട്ടുകാർ മുഴുവൻ എന്നെ കഥാപ്രസംഗത്തിൽ ഭാവിയുണ്ട് എന്ന് പഠിപ്പിക്കുകയായിരുന്നു. കാരണം ഈ ഒരു സ്ട്രക്ചർ ഓഫ് ഈ ഒരു ശാരീരിക അവസ്ഥയിലും ഒരു കഥാപ്രസംഗം ചെയ്യാൻ നിനക്ക് കഴിയുന്നു എന്ന് അവരൊന്നും സർട്ടിഫിക്കറ്റാണ്. അവരാണ് എന്നെ വിളിച്ചത് കാർത്തികൻ ഷാജി. അങ്ങനെ അവരെൻ്റെ നാട്ടുകാരും എൻ്റെ കൂട്ടുകാരും എനിക്ക് വേണ്ടപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ ഗുരുനാഥന്മാർ. ഗുരുനാഥൻ പറഞ്ഞാൽ എനിക്ക് എൻ്റെ നാട്ടിലുള്ള മുഴുവൻ പേരുടെ ഗുരുനാഥന്മാരാണ്. കാരണം അവരിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് അവരെല്ലാം എന്നെ വളരെ സ്നേഹിക്കുകയും ആത്മാർത്ഥമായി ഈ കാര്യത്തിൽ എന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ അവർ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ആ പ്രോത്സാഹനത്തിൻ്റെ വഴിയിലൂടെയാണ് ഞാൻ ഒട്ടനവധി സ്റ്റേജുകൾ, ഏകദേശം 83 മുതൽ 91 വരെയുള്ള നിരന്തരമായ ഒരു വർഷത്തിൽ കുറഞ്ഞത് 10 സ്റ്റേജെങ്കിലും അന്നത്തെ സാഹചര്യത്തിൽ ചെയ്യുമായിരുന്നു. അങ്ങനെ അതുകൊണ്ട് കാർത്തികൻ എന്ന പേര് കിട്ടി. അതാണ് എൻ്റെ കാർത്തികൻ എന്ന ആ പേര് കിട്ടാനുള്ള ചാൻസ്. അതാണ്. പിന്നെ ഒട്ടനവധി മേഖലകൾ. അങ്ങനെ ഈ നേരത്തെ പറഞ്ഞ സർവേശ്വരൻ ചില കുറവുകൾ ചിലർക്ക് കൊടുക്കുമ്പോൾ ചില കഴിവുകൾ എക്സ്ട്രാ കൊടുക്കും. തീർച്ചയായിട്ടും പടച്ചോൻ നീതിമാനാണല്ലോ. അനീതിമാനാണ്, അവിടെ അനീതിയില്ല. അതായത് അവൻ്റെ സൃഷ്ടികളെല്ലാം അപൂർണങ്ങളാണ്. അതെ, പൂർണ്ണമായിട്ടുള്ള ദൈവം മാത്രമാണെന്ന് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും. അപ്പോൾ ആ അപൂർണതയ്ക്ക് ചില സൗന്ദര്യങ്ങളുണ്ട്. ഏതോ ഒരു കവി പറഞ്ഞതുപോലെ അപൂർണതയാണ് സൗന്ദര്യം എന്ന് പറയുന്നത്. അപ്പം നമുക്കൊക്കെ ഈ അപൂർണത ഞാനൊരു സൗന്ദര്യമായിട്ടാണ് മറ്റുള്ളവർ. തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവ് എനർജി ആയിട്ട് വേണം. ഞാൻ ഒരിക്കലും ഗ്ലൂമി ആയിട്ട് 13 വയസ്സ് വരെ മാത്രമേ ഞാൻ ഗ്ലൂമി ആയിട്ടിരുന്നിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ ആദ്യമായിട്ട് കാണുന്നു പറയുന്നത് എന്നെപ്പോലെ അല്ലെങ്കിൽ എന്നെക്കാൾ മോശമായ ഒരു അവസ്ഥയിൽ ഒരാളിനെ കാണുന്നത് മടത്തറ ഒരു വിഷു സമയത്ത് ഞാൻ കുളത്തുപുഴയ്ക്ക് പോകും. അത് സ്വന്തമായിട്ട് ബസ്സിൽ പ്രൈവറ്റ് ബസ് കുളത്തുപുഴയ്ക്ക് പോയിട്ട് തിരിച്ചു വരുന്ന കാലി ബസ്സിൽ കൈയാണിച്ച് കയറും. ജനനിബിഡമായി വരുന്ന ബസ്സിൽ കയറാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കയറിയിരിക്കും. മടത്തറ ചെന്ന് ആൾ തെങ്ങി കയറുമ്പോൾ ഞാൻ ഇന്ന് കുളത്തുപുഴ ഇറങ്ങും, അമ്പലക്കടലിലൂടെ ഇറങ്ങും, അല്ലെങ്കിൽ ഹേമാ തീർത്ഥം ഡിപ്പോയിലുണ്ട്, അവിടെ ഇറങ്ങും. രാത്രിയോടൊക്കെ ഒരു പടം കാണും, തിരിച്ചു വിൽക്കും. ഇതാണ് എൻ്റെ വിഷു. അങ്ങോട്ട് പോക്കില്ല. ഞാൻ ഇത്രയും ഭയങ്കര ജലത്തിലേക്ക് പോകാൻ പറ്റില്ല. ഭയങ്കര ഘോഷയാത്രയും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, മടത്തറയ്ക്ക് വരുമ്പോൾ അവിടെ എന്നുണ്ട് വിഷു ബേക്കറി. ആ വിഷു ബേക്കറിയുടെ തിണ്ണയിൽ എന്നേക്കാൾ പ്രായം കുറഞ്ഞ ഒരു പയ്യൻ, അവന് 10-12 വയസ്സുള്ളൂ. ഞാനൊരു അന്ന് എനിക്കൊരു 18 വയസ്സോ മറ്റോ വരുന്ന പീരീഡാണ്. മദ്രസ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് അവിടെ തന്നെ ജോലി നോക്കണം. മദ്രസ ഉസ്താദ് ജോലി നോക്കണം. അതിനായിട്ട് വാങ്ങുള്ളിയും പഠിപ്പിക്കലും ഒക്കെ ആയിട്ട് ഞാൻ ജോലി നോക്കണം. അപ്പോൾ ഞാൻ ഉല്ലാസത്തിനൊക്കെ പോകും. അങ്ങനെ വരുമ്പോൾ ബസ്സിൽ ഞാൻ നോക്കുന്നത് ഒരു കൈ ഇവിടം വരെ ഉള്ളൂ, ഈ 2 കൈയും ഇവിടം വരെ ഉള്ളൂ, 2 കാലും ഏകദേശം മുട്ടിൻ്റെ പേര് മാത്രമുള്ള ശരിക്കും പറഞ്ഞാൽ മാംസപിണ്ഡം എന്ന് വേണമെങ്കിൽ ആ ദേഹത്തെ വിശേഷിപ്പിക്കാം. അങ്ങനെയുള്ള ഒരു പരാശ്രയമില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. അയാൾക്ക് ആഹാരം കഴിക്കണമെങ്കിൽ, അയാൾക്ക് കുളിക്കണമെങ്കിൽ, അയാൾക്ക് കിടക്കണമെങ്കിൽ, അയാൾക്ക് മലമൂത്ര വിസർജനം ചെയ്യണമെങ്കിൽ എല്ലാം ഒരാളിൻ്റെ സഹായമില്ലാതെ അയാൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ ഒരു മനുഷ്യൻ ഞാൻ ബസ്സിൻ്റെ സൈഡിൽ ഞാൻ അവനിങ്ങനെ നോക്കി. പടച്ചറപ്പിൽ 2 കൈ എടുത്ത് സ്തുതിച്ചാൽ പറയണം, കോടിക്കണക്കിന് പറഞ്ഞാലും മതി വരില്ല. കാരണം ഞാൻ എന്ന വ്യക്തി ബസ് കൈ കാണിച്ചു, വണ്ടിയിൽ കയറി, എനിക്ക് ഇഷ്ടപ്പെട്ട സീറ്റിലിരുന്നു. ഞാനിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു മനുഷ്യൻ എൻ്റെ മുമ്പിൽ അവനെ പരസ്യമായിട്ടിരുന്ന മൂത്രമൊഴിക്കുക. വേറെ നിവൃത്തിയില്ല, അവരെന്നും പോകാൻ പറ്റില്ല.
അന്ന് 13 വയസ്സേ ഉള്ളൂ, പക്ഷെ 15 വയസ്സ് അത്രേ കാണുള്ളൂ. പക്ഷെ അവൻ പിന്നെയും പ്രായം കൂടും. അതെ 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 തീർച്ചയായിട്ടും. അവന്റെ കുട്ടിത്വം മാറും, അവൻ യുവാവും, അവന്റെ യൗവനം കഴിഞ്ഞ് അവൻ പിന്നെയും ദൈവം സ്ത്രീക്കാണെങ്കിൽ വീണ്ടും വീണ്ടും പോകും. ആര് സംരക്ഷിക്കും? എങ്ങനെ അവന് ജീവിക്കാൻ പറ്റും? ഇത് എൻ്റെ മനസ്സിനെ വല്ലാതെ. അപ്പോൾ ഞാൻ ആലോചിച്ചു, എനിക്കൊരു കുഴപ്പമില്ല. അപ്പോഴാണ് നമ്മളെ ഒരു നിറവിനെ നമ്മൾ മനസ്സിലാക്കുക. തീർച്ചയായിട്ടും അതാണ് മറ്റ് സൃഷ്ടികളിലേക്ക് നോക്കാൻ പറയുന്നത് പ്രവാചകൻ. അല്ല, അള്ളാഹു പറഞ്ഞതാണ്, സൃഷ്ടികളിലേക്ക് നോക്കുക, എൻ്റെ സൃഷ്ടികളിലേക്ക് നിങ്ങൾ നോക്കുക, അപ്പം നിങ്ങൾ സംതൃപ്തനായിരിക്കും. മറ്റൊന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്, താഴേക്ക് നോക്കുക. അതെ, എപ്പോഴും താഴേക്കിടയിലുള്ള ആൾക്കാരിലേക്ക്. നമ്മൾ അംബാനിയെയും അദാനിയെയും അവരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല. പക്ഷെ ഞാൻ എന്നെക്കാൾ താഴെയുള്ളവരെ നോക്കുകയും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും പ്രയാസങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ധനികനാണ്. ഒരിക്കലും വിഷയമില്ല. മാത്രമല്ല ഈ അടുത്ത് അത് കഴിഞ്ഞിട്ട് മദ്രസ വിദ്യാഭ്യാസം, അത് കഴിഞ്ഞ് വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ജോലിക്കാരനായി. ആ ജോലി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ കഥാപ്രസംഗ രംഗത്ത് സജീവമായി പോയി. അതുപോലെ തന്നെ ഒരു ട്യൂട്ടോറിയൽ കോളേജ് തുടങ്ങി. ഇതൊക്കെ വേഗത്തിൽ പറയാവുന്ന കാര്യങ്ങളാണ്. എൻ്റെ ഒരു കൺവെർട്ടേഷൻ മാറി 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 അതെ, അത് പഠിച്ചു തന്നിട്ടുള്ള ഓരോ വഴികളാണ്. ഞാനൊരു എൻ്റെ കടയുടെ, ഞാൻ താമസിക്കുന്ന 3 മുറി കടയുടെ ബാക്ക് സൈഡിലായിട്ട് വൃത്തിയാക്കി ഉണ്ണി, മോനി തുടങ്ങിയുള്ള എൻ്റെ ശിഷ്യന്മാർ വേണമെങ്കിൽ പറയാം. അവർ CRPF ഇപ്പം റിട്ടയർഡായി, അയാളിപ്പോൾ പോലീസ് ക്യാമ്പിലുണ്ട്. മറ്റൊരാൾ കഥാകൃത്തായിട്ട് ഉണ്ണി ജി അമ്മയമ്പലം എന്ന പേരിൽ കഥയും മറ്റു കാര്യങ്ങൾ ബാലസാഹിത്യത്തിലൊക്കെ എഴുതി അവാർഡുകളൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. പുള്ളി ഇപ്പോൾ ഒരു കവിത എഴുതിയിട്ടുണ്ട് ഗാന്ധിജിയെക്കുറിച്ച്. അത് എൻ്റെ ശിഷ്യൻ പയ്യനാണ്. അപ്പം എനിക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ എനിക്ക് ശിക്ഷകളുണ്ടെന്നുള്ളതാണ് ഈ മേഖലയിൽ. അപ്പം അങ്ങനെയാണ് ഇങ്ങനെ അവിടെ ഈ ട്യൂട്ടോറിയൽ കോളേജ് തുടങ്ങി. ഒരു വലിയ ഒരു രസകരമായ കാര്യമാണ്. ട്യൂട്ടോറിയൽ കോളേജ് തുടങ്ങി ഒരു മാസം 2 മാസം ഞാൻ പ്രിൻസിപ്പളാണ്. ഞാൻ പഠിപ്പിക്കാൻ പ്രിൻസിപ്പളാണ്. ഒരു ദിവസം മോനി എന്ന് പറയുന്ന ആൾ, എനിക്ക് 5 കോളേജിൽ അതിരാവിലെ പോയേ പറ്റുള്ളൂ, 7 മണിക്ക് അവിടെ പോകണം. അപ്പോൾ എനിക്കൊണ്ട് ചെന്നപ്പെട്ട ബസ്സിൽ പോയി ആ സമയത്ത് എത്താൻ പറ്റുള്ളൂ. കാക്ക ക്ലാസ് നോക്കണം. ഞാൻ പറഞ്ഞു, എന്താണോ ഈ പറയുന്നത്? മലയാളം ക്ലാസ്സിന് കാക്ക ഈസിയായിട്ട് പറ്റും. എടാ, ഞാൻ മലയാളം പുസ്തകം വായിച്ചില്ല, ഞാനെങ്കിലും പഠിപ്പിക്കും. ഞാൻ ഇന്ന് പറഞ്ഞു തരാമില്ല. അങ്ങനെ ചങ്ങമ്പുഴയുടെ മറ്റേ ഏതൊരു കവിതയാണെന്ന്. അപ്പോൾ എനിക്ക് പാടാനപ്പം കഴിവുള്ളൂ. അവരിത് പറഞ്ഞു തന്നു, ഞാനത് പാടി കുട്ടികൾക്ക് പഠിപ്പിച്ചു ചെയ്തു. പിന്നെ അവർ പറഞ്ഞു, എനിക്ക് മലയാളം ടീച്ചർ അദ്ദേഹം മതിയെന്നോ, ഞാൻ മതി. അപ്പോൾ അത്ര ഭംഗിയായിട്ട് അവർക്ക് മനസ്സിലായി എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒരുപാട് മേഖലകളിലൂടെ കടന്നു വരികയും ഒടുവിൽ 91 വിവാഹിതനാവുകയും അതിനിടയ്ക്ക് കച്ചവടം നിർത്തിയിട്ടുണ്ട്, മുറുക്കാങ്കട. വിവാഹം കഴിഞ്ഞ് പെരിങ്ങമലയിലേക്ക് വന്നിട്ട് ഇവിടെ താമസമായി. കഥാപ്രസംഗം ഏകദേശം നിർത്തുന്ന ഒരു കണ്ടീഷൻ. കാരണം അത് അന്ന് പിന്നെ ഈ ഉത്സവ പറമ്പുകൾ നിന്ന് കഥാപ്രസംഗം അന്യമാകുന്ന ഒരു പീരീഡായിരുന്നു. അതായത് ഈ മിമിക്രിയും കോമഡി ഷോ വന്നപ്പോഴത്തേക്ക്, മാത്രമല്ല TV യിൽ ഒട്ടനവധി ചാനലുകളിൽ വന്ന് തുടങ്ങി. അപ്പോൾ അടുക്കളയിൽ നിന്ന് എല്ലാം കാണത്തക്ക സൗകര്യങ്ങൾ, ഉത്സവ പറമ്പുകൾ അന്യമാവാൻ തുടങ്ങി. കുറച്ച് ഇത് കുറഞ്ഞു. അപ്പം നമ്മളുടെ പ്രോഗ്രാം കുറഞ്ഞു. ഞാനെന്ത് ചെയ്തു? തട്ടിട തുടങ്ങി. അത് അന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത്, ആ ഫസ്റ്റ് ടൈം 6 മാസത്തേക്ക് കണ്ടു, ഒരു കൊല്ലോ മറ്റോ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയുടെ സമയത്ത് ഈ പൊതുജന സമ്പർക്ക പരിപാടിയിലൂടെ ഞാനത്തെ പോയി കണ്ടിങ്ങനെ എൻ്റെ വിഷമങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ചികിത്സാ സഹായമാണെങ്കിൽ കൂടുതൽ ചെയ്യാൻ പറ്റും, ഇതാണെങ്കിൽ ഒരു 5000 രൂപ ചെയ്യാൻ പറ്റുള്ളൂ, അത് ചെയ്യാൻ പറഞ്ഞു. എന്ത് ചെയ്യാൻ പോകും? ഞാൻ പറഞ്ഞൊരു തട്ടുകട നടത്താൻ. തീർച്ചയായിട്ടും നമ്മൾ തട്ടുകട നടത്തി. തട്ടുകട ഇങ്ങനെ ഗംഭീരമായി പോയിക്കൊണ്ടിരുന്നു. അതിലെന്ത് പ്രോഡക്റ്റാണ് വിറ്റിരുന്നത്? മുട്ടയും ദോശയും. അങ്ങനത്തെ തട്ടുകട ആഹാര സാധനങ്ങളാണ്. രാവിലെ തട്ടുദോശ. രാവിലെയാണ് ദോശ. സാധാരണ വൈകിട്ടാണല്ലോ. ഞാനും വൈകും കൂടെ വരും, മോളുണ്ടാവും. വന്ന് ഞങ്ങൾ 3 പേരും കൂടെ 11 മണിയാകുമ്പോഴത്തേക്ക് ഇത് കഴിഞ്ഞ് വീട്ടിൽ കയറി പോകും. പിന്നെ വൈകിട്ട് കച്ചവടമില്ല. വൈകിട്ട് കച്ചവടമില്ല എന്ന് പറയുന്നത് അത് വൈകിട്ട് തട്ടിടത്തേക്ക് പറ്റിയ സ്ഥലമായിരുന്നില്ല അന്ന് ഞാൻ അതിൻ്റെ സമയത്ത്. കാരണം അത് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളും പ്രയാസം ഇവിടെ തന്നെയാണ്, ഈ സ്ഥലത്ത് അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ രസകരമായ വേറൊരു സംഭവത്തിലേക്ക് കൂടെ വരാൻ ഞാൻ നേരത്തെ പറഞ്ഞു വന്ന സ്ഥിതിക്ക്, ഈ ഉത്സവ പറമ്പുകളെ കോൾമയിൽ കൊള്ളിക്കുക എന്നൊക്കെ പറഞ്ഞു കിട്ടി. നിങ്ങൾ ഗാനമേള കൊണ്ട് ഗാനങ്ങൾ പാടി ആളെ ആസ്വദിപ്പിക്കുക, അല്ലെങ്കിൽ കഥാപ്രസംഗത്തിലൂടെ വൻ വിജയം നേടുക, കൈയടി നേടുക ഒക്കെ ചെയ്തിരുന്ന ഒരു പീരീഡിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഉത്സവ പറമ്പുകളിൽ നിന്ന് ഞാനിരുന്ന് നോക്കിയാൽ കാണുന്ന ദൂരം വരെ ആളുണ്ടായിരുന്ന സമയമുണ്ടായിരുന്നു. ആ ദൂരത്തിൽ തന്നെ ഞാൻ ഇരുന്നിട്ടുണ്ട്. പിന്നെ തട്ടുദോശയും വെച്ചുകൊണ്ട് ശരി, അത്രയും ആളുണ്ടായിരുന്നു. ഉത്സവ പറമ്പിൽ മുട്ടയടിക്കാൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ട്. ജീവിതം അങ്ങനെ തിരിഞ്ഞു പോയി. അങ്ങനെ അപ്പൊ കലാരംഗത്ത് നമ്മൾ വിട്ടുപോയപ്പോൾ ജീവിക്കാൻ വേണ്ടി തത്രപ്പാടായി. കലാരംഗത്ത് വലിയ വരുമാനം ഉണ്ടായിരുന്നില്ല. അന്ന് കിട്ടുന്നത് ഓർക്കസ്ട്രയും വണ്ടിക്കൂലി കഴിഞ്ഞാൽ പിന്നെ തുച്ഛമായ പൈസ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ജീവിച്ചു പോകുന്നത്. പക്ഷെ അതുകൊണ്ട് പോരാൻ വന്നപ്പോഴാണ് നമ്മളത് വിട്ടിട്ട് സ്റ്റേജുകളില്ലാതെ വന്നപ്പോഴത്തേക്ക് നമ്മൾ തട്ടുകട തുടങ്ങി. അപ്പൊ നമ്മൾ തെന്നൂരൊക്കെ ഉത്സവം വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഇതിന് വാരി വണ്ടി കയറ്റിട്ട് ഞാനും അവിടെ പോയിരുന്നു. അപ്പൊ ആ ഉത്സവ വേദികൾ, ആ സ്റ്റേജുകളിൽ ഇരുന്നു കൊണ്ട് പെർഫോം ചെയ്ത ഞാൻ അവിടെ നിന്ന് എനിക്ക് കാണാൻ പറ്റുന്ന അത്രയും ദൂരത്തില് ഞാൻ അങ്ങോട്ട് നോക്കുകയാണ്. ഇങ്ങോട്ട് ആരാണ് ഒരു ഓംലെറ്റ് കഴിക്കാൻ പറ്റുന്നത്, 2 ദോശ കഴിക്കാൻ പറ്റുന്നത്. അങ്ങനെ ജീവിതം മാറി മറിയുക. അവിടെ നിന്ന് പിന്നെയും എന്ത് ചെയ്ത്, അത് കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞ് വിവാഹം, മക്കൾ, ഇങ്ങനെയൊക്കെ വൈഫ് ഒരു കാർ ആക്സിഡന്റിൽ പെട്ടു.
അവർക്ക് ചില ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടായി, കിടക്കുന്ന വസ്തുവൊക്കെ വിറ്റ് കടമൊക്കെ ആയി. ശരിക്കും പറഞ്ഞാൽ അത് ആ കാലഘട്ടവും കഴിഞ്ഞ് ഭാര്യ മരണപ്പെടുകയാണ്. കുറെ കാലം കഴിഞ്ഞ് രോഗിയായി ഇവിടെ വന്നതിന് ശേഷം ചിറ്റൂർ വന്നു. ആക്സിഡന്റിന് ശേഷം തന്നെയാണ് രോഗിയായത്. അല്ലല്ല, അവരെ ക്യാൻസർ പേഷ്യന്റ്. അങ്ങനെ അതിനുശേഷം കുറെ കാലം കഴിഞ്ഞു. അതിൽ അപകടങ്ങളിൽ നമ്മളെ വേട്ടയാടുന്ന അങ്ങനെ കുറെ ചലഞ്ചിങ് ആയിട്ടുള്ള കുറെ സംഭവം വെല്ലുവിളികളാണ്. ഞാനിത് പറയുന്നത് നമ്മളെ പോലുള്ള ആൾക്കാർ ഇത് കാണുകയാണെങ്കിൽ, കാരണം വീട്ടിനകത്ത് ഇപ്പോൾ ഈ കൊറോണ ടൈമാണ്, ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന, സോഷ്യൽ മീഡിയ കാണുന്ന എന്നെ പോലുള്ള അല്ലെങ്കിൽ ഇല്ലാസിനെ പോലെ, ഇല്ലാസ് കുറച്ച് നടക്കുന്നുണ്ട്. എനിക്ക് 2 കൈയും 2 മുട്ടും കുത്തി നടക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ 57 വയസ്സ് അതും പ്രയാസമാണ്, എന്നാലും അത് കഴിവാണ് തീർച്ചയായിട്ടും. അപ്പൊ ഇത് കാണുന്നവർക്ക്, വൈകല്യമുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ വൈകല്യമില്ലാത്തവർക്കും ഇതൊരു ആകുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം വളരെയധികം കഷ്ടപ്പാടുകളിലൂടെയും വിഷമതകളിലൂടെയും പൊതുജനത്തിന്റെ, അന്ന് കാലത്തെ പൊതുജനത്തിന്റെ വളരെയധികം മോശമായ കമന്റുകൾ കേട്ടിട്ട് വളർന്ന ആളാണ്. അങ്ങനെ ഉണ്ടല്ലേ, പരിഹാസ ചോയുള്ള വാക്കുകൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ബസ്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു യാത്രാമധ്യേ കടയ്ക്കിൽ നിന്ന് ഞാൻ ബസ്സിൽ കയറുമ്പോൾ, ശ്രീനാരായണ ബസ്സാണ് ഇപ്പോൾ ഈ ഗവൺമെന്റ്, ഹോസ്പിറ്റലിൽ പോയിട്ട് കടയ്ക്കൽ ഹോസ്പിറ്റലിൽ നിന്ന് പനി കാരണം മരുന്നൊക്കെ കഴിച്ചിട്ട് ഒറ്റയ്ക്കേ ഉള്ളൂ. ഞാൻ വണ്ടി കയറുമ്പോൾ തിങ്ങി നിബിഡമായ ജനക്കൂട്ടമുണ്ട് വണ്ടിക്കകത്ത്. അപ്പോൾ ഞാനത് വണ്ടി കയറിയിട്ട് വികലാംഗങ്ങളുടെ സീറ്റുണ്ട്, വികലാംഗങ്ങളുടെ സീറ്റൊക്കെ തുടങ്ങിയ സമയമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ അതിൻ്റെ സീറ്റിൽ ഇരുന്ന ആളോട് കാര്യം തെറ്റി പറഞ്ഞ് ഞാൻ ഇരുന്നോട്ടെ എന്ന് വെച്ചു. അയാൾ എന്നെങ്കിലും നോക്കിയിട്ട് തിരിച്ച് പുറത്തേക്ക് നോക്കിയിരുന്നു. എത്ര പുച്ഛമാണെന്ന് പറഞ്ഞോ, എത്ര ക്രൂരപ്പെടുത്തിയിട്ടാണ്. അതെ, ഞാൻ തലഞ്ഞിരിക്കുകയാണ്. ഞാൻ എവിടുന്ന് ഇരിക്കുന്നിടത്ത് 2-3 പേർക്ക് നിൽക്കാം, അത്രയും ഞെരുങ്ങിയാണ് ഇരിക്കുന്നത്. അത്രത്തോളം ഞെരുക്കത്തിലാണ്. കാരണം ഈ ആൾക്കാരുടെ കാലുകൾക്ക് ഇടയിലൂടെയാണ് എൻ്റെ ഇരിപ്പ്, എൻ്റെ ദേഹമാസം. എന്നിട്ട് ആ മനുഷ്യന് മനസ്സാക്ഷി തോന്നില്ല എന്നുള്ളത് അതൊക്കെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളോട് പ്രതികരിച്ചില്ല, ആ മനുഷ്യനോട് പ്രതികരിച്ചില്ല. മറിച്ച് കണ്ടക്ടർ വിളിച്ച് ഞാൻ പറഞ്ഞു, ഈ ബോർഡ് നിങ്ങൾ മാറ്റിയതാണ്, ഇതിനകത്ത് വെക്കുമ്പോഴാണ് നമ്മൾ ഇത് ആവശ്യപ്പെടുന്നത്. അതെ, തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങൾക്ക് പക്ഷേ ടാക്സ് കുറയ്ക്കുകയോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ എന്തെങ്കിലും ആനുകൂല്യം ഈ വികലാംഗർക്ക് സീറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. പക്ഷെ അത് ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്താ നിങ്ങൾ ഇത് വാങ്ങിക്കുന്നത്? അതുകൊണ്ട് നാളെ ഈ ബസ് വരുമ്പോൾ തീർച്ചയായിട്ടും ഇത് പെയിന്റ് വെച്ചത് മാറ്റാതെ. അപ്പൊ പുള്ളി പറഞ്ഞ മറുപടി എന്താണെന്നറിയോ, നിനക്ക് പെരുമാറാറില്ല. നിങ്ങൾ ന്യായമായ ആവശ്യമാണ് പറഞ്ഞത്. എനിക്ക് ഇത്രയും പറഞ്ഞാൽ പോരെ ഞാൻ തീർച്ചയായിട്ടും. അത് കണ്ടു കഴിഞ്ഞാൽ കണ്ണുള്ളവന് കാണാൻ പറ്റുന്ന കാര്യമല്ലേ, ചോദിക്കേണ്ട പോലും കാര്യമില്ല. പക്ഷെ ഞാൻ ചോദിച്ചാൽ ഇങ്ങനെ പറഞ്ഞാൽ പോരെ, ഞാൻ അതേപ്പുറത്ത് എന്താ ചോദിക്കേണ്ട മനുഷ്യൻ്റെ അടുത്ത്, സാർ നിങ്ങൾ എഴുന്നേറ്റ് ഇത്രയും ചോദിച്ചാൽ പോരെ? ഞാൻ അത് ചോദിക്കണ്ടല്ലോ. അയാൾ ഞാൻ കയറുമ്പോഴത്തേക്ക് എൻ്റെ സീറ്റാണ് അയാൾക്ക് എനിക്ക് എഴുന്നേറ്റ് തരേണ്ട ബാധ്യത അദ്ദേഹത്തിനുള്ളതല്ലേ. അപ്പൊ അത്രത്തോളം ചില ക്രൂരതകൾ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചില ക്രൂരതകൾ, അത് ഞാൻ മനസ്സിനെ കുത്തി നോക്കുന്നതാണ്, ആഴത്തിൽ കുത്തി നോക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഫീൽ ചെയ്യണമെന്നില്ല. അതുപോലെ ഇപ്പോഴും ചില സന്ദർഭങ്ങളിൽ നമ്മുടെ പ്രയാസങ്ങളെ പരിഗണിക്കാത്ത, നമ്മുടെ വിഷമങ്ങളെ മനസ്സിലാക്കാത്ത ചില സംഗതികൾ ഇപ്പോഴും ഉണ്ട്. അത് ഗവൺമെന്റ് അടിസ്ഥാനത്തിലായിരുന്നാലും. പക്ഷെ എന്നാലും ഏറെക്കുറെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. വിദ്യാഭ്യാസപരമായിട്ട് മാറ്റം വന്നപ്പോഴത്തേക്ക് ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അങ്ങനെ കുറെ മാറ്റങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളെ ഒരുപാട് പരിഗണിക്കുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും. പക്ഷെ ഇപ്പോൾ നമ്മുടെ വിഷമം എന്ന് പറയുന്നത്, ഒരു പഞ്ചായത്ത് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ ഓഫീസ് കയറി പോകാൻ പാടും. അതെ അതെ, സ്റ്റെപ്പിന് മുകളിലാണ് ആണ്. പിന്നെ ഒരു അക്ഷയത്തിൽ ഇപ്പൊ അക്ഷയ താഴെയുണ്ട്. മറ്റു ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ മുകളിൽ കയറി പോകാൻ പറ്റില്ല. അങ്ങനെ പലപ്പോഴും പലതരത്തിലുള്ള പ്രയാസം അനുഭവിക്കുന്നത്. അത് നമ്മൾ തന്നെ ചെല്ലുകയാണ്. തീർച്ചയായിട്ടും. വേറെ കാര്യമില്ല, നമ്മളെ ചെല്ലണ്ടേ അത്. തീർച്ചയായിട്ടും. ട്രാൻസ്പോർട്ടിൽ പാസ് ഉണ്ടായിരുന്നു പോലും വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണ്. കാരണം ആ സ്റ്റെപ്പ് കയറി പുതുക്കാൻ വേണ്ടി പോകണം. അത്രയും മുകളിൽ കയറി 3ാമത്തെ നിലയിൽ പോകേണ്ടി. അങ്ങനെ ഒക്കില്ല, അത് നമുക്ക് പറ്റാത്ത സാഹചര്യങ്ങൾ വേണ്ടെന്ന്. അങ്ങനെയൊക്കെ ഒത്തിരി പ്രയാസങ്ങൾ. പക്ഷെ എങ്കിലും സന്തുഷ്ടനാണ്, സന്തോഷവാനാണ്. റബ്ബിനെ എപ്പോഴും ഞാൻ ശുക്ർ ചെയ്യുന്ന നന്ദി പറയുന്നു. കാരണം ഇത്രയും ഈ പ്രായത്തിലും എനിക്ക് എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നു എന്ന ലെവലിലേക്ക് എൻ്റെ മാനസികമായി ശാരീരികമായും വാർത്തെടുക്കാൻ എൻ്റെ ചിന്തകളോ എൻ്റെ സുഹൃത്തുക്കളോ എൻ്റെ വായനകളോ ഞാൻ പഠിച്ച അധ്യായങ്ങളൊക്കെ ആയിരിക്കാം അതിന് പ്രചോദനമായിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ഈ ഒതുങ്ങിക്കൂടി കഴിയുന്നവരോട് എന്താണ് പറയാനുള്ളത്? ഒരിക്കലും അത് അതിൻ്റെ ആവശ്യമില്ല. ഒതുങ്ങിക്കൂടേണ്ടുന്ന ഒന്നുമില്ല, ആവശ്യമില്ല. കാരണം നമുക്ക് കുറവുകളില്ല. ഞാൻ ഉദ്ദേശിച്ചത് ഭിന്നശേഷിക്കാരനെ ഒതുങ്ങിക്കൂടുന്നവരോ. ഭിന്നശേഷി നമ്മളെപ്പോലുള്ള ആൾക്കാർ നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. അവർക്ക് ഭിന്നശേഷിക്കാരായ നമ്മൾ ഒരിക്കലും ഒതുങ്ങിക്കൊണ്ടിരുന്നവരല്ല. നമുക്ക് നമ്മുടേതായ ചില കഴിവുകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ കഴിവുകൾ നമ്മൾ പുറത്ത് പ്രകടിപ്പിക്കുക. ഒരാളോട് വർത്തമാനം പറയാൻ നമുക്ക് സങ്കോചം ഉണ്ടാവും. ഞാൻ പറയാൻ തെറ്റായി പോകുന്നു. ഞാനങ്ങനെയായിരുന്നു. എനിക്ക് പഠനമില്ല, വിദ്യാഭ്യാസമില്ല. അപ്പോൾ ഞാൻ ഈ ക്ലബ്ബിലെ വായനക്കാരനായിരുന്നു. നമ്മുടെ 83 ആ ക്ലബ്ബിലെ പത്രവായനക്കാരനായിരുന്നു. പത്രവായനക്കാരൻ എങ്ങനെ അവിടെ രാവിലെ ഇറങ്ങി വരുന്നൊരു ഞാൻ കേട്ടുകൊണ്ടിരിക്കും പറയും, സുധീരൻ മരിച്ചു, അയാൾ ഒരു സിനിമ മേഖലയിൽ പ്രവർത്തിച്ച ആളാണ് സുധീരൻ, നമ്മുടെ കൊച്ചിയിലെ സുധീരൻ. പുള്ളി ഇടേ നീ വായിച്ചാണ് എന്ന് പറയും. അപ്പം ഞാനതിങ്ങനെ തെറ്റിയും പറക്കിയൊക്കെ ഇങ്ങനെ തെറ്റി വായിച്ച് കഴിഞ്ഞാൽ വായനക്കാരനായി.
പിന്നെ നമ്മൾ തൊട്ടടുത്തുള്ള കുടുംബത്തിനടുത്തുള്ള ഒരു ടീച്ചർ ഉണ്ടായിരുന്ന വേദവതി, എപ്പോഴും ഉണ്ട് വേദവതി ടീച്ചർ. അവർ പുസ്തകങ്ങൾ വരുന്നു, കോട്ടയം പുഷ്പമാർഗ ഡിക്റ്റേറ്റീവ്. അങ്ങനെ പുസ്തകങ്ങൾ ഒരുപാട് വായിച്ച് അവരാണ് വായനക്കാരനായി. കാരണം ആ പുസ്തകങ്ങൾ വായിച്ചാണ് ഞാൻ സത്യം പറഞ്ഞ വായന പഠിച്ചത്. അതിലൂടെ പിന്നെ കുറേ എഴുത്തും. അങ്ങനെ എന്തായാലും അതുകൊണ്ട് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ എൻ്റെ പിൻതലമുറയിൽപ്പെട്ട ശാരീരിക വൈകല്യമുള്ള പിന്നെ സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ അനുജന്മാരോട് സഹോദരിമാരോട് പറയാനുള്ളത്, ഒരിക്കലും നമ്മുടെ ഈ വൈകല്യത്തെക്കുറിച്ച് നമ്മൾ അല്ല ബോധം ചെയ്യുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും മറ്റുള്ളവരാണ് ചെയ്യുന്നത്. അവരത് അറിയും എന്ന് കരുതി നമ്മൾ ഒരിക്കലും മാനസികമായി വിഷമിക്കുന്നുണ്ട്. കാരണം നമ്മൾ അവരിലൊരാളാണ് എന്ന് മാത്രം ചിന്തിച്ചാൽ നമ്മളെ കുറവുള്ളതായിട്ട് ഒരിക്കലും കൂടുതലുള്ളതായിട്ട് വേണം നമ്മൾ കണക്കാക്കാൻ. ഇതൊരു കഴിവല്ലേ എന്ന് കരുതി ഈ കുറവിനെ നമ്മൾ മറ്റുള്ളവർക്ക് ഒരു എന്താണ് ബുദ്ധിമുട്ടാവുന്ന രീതി ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഉപയോഗിക്കുന്നതോടെ എനിക്കറിയാം ചൂഷണം ചെയ്യുന്നത്, കുറവിനെ വെച്ച് ചൂഷണം ചെയ്യാൻ ആൾക്കാർ എന്തും പലരും പറയുന്നുണ്ട്. നിനക്ക് എന്ത് പറയാം, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് അല്ലാത്തവരുടെ എന്തും പറയാം. അങ്ങനെ പറയാം, ഒരിക്കലും അങ്ങനെ പറയാനും പാടില്ല. പക്ഷെ ഞാൻ അതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്ന് വരെ ആരെയും ഒന്നും പറഞ്ഞിട്ട് തോന്നുന്നില്ല. അതിന്റെ വൈകല്യം വെച്ചുകൊണ്ട് ഒന്നും പറഞ്ഞിട്ട് ഇന്ന് വരെ അറിയില്ല. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ പുറത്ത്, ഒരുപാട് സുഹൃത്തുക്കൾ, നല്ല 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 സുഹൃത്തുക്കൾ, ഉന്നത വിദ്യാഭ്യാസമുള്ളവർ, ഡോക്ടർമാരുണ്ട്. സുഹൃത്തുക്കളുടെ രാജൻ ഡോക്ടർ മരിച്ചുപോയി കൊളത്തൂപ്പുഴ. എൻ്റെ ഫസ്റ്റ് സുഹൃത്താണ്, ഉന്നതനായ ഒരാളാണ് രാജൻ ഡോക്ടർ. അദ്ദേഹത്തിൻ്റെ അയ്യൻ ബാബു, അദ്ദേഹം മരിച്ചുപോയി. രണ്ടു പറഞ്ഞിട്ടുണ്ട്. അതായത് സ്റ്റേറ്റ് ഭവൻ ഹോസ്പിറ്റൽ എന്ന് പറയും കൊളത്തൂപ്പുഴ. എൻ്റെ ഉറ്റ സുഹൃത്തായിരുന്നു ഡോക്ടർ. പലപ്പോഴും ഞങ്ങൾ അവിടെ പോയി, ഞാൻ ഉച്ചയ്ക്ക് 2 മണിക്കൊക്കെ അദ്ദേഹത്തിന് റെസ്റ്റ് സമയത്ത് അദ്ദേഹത്തിന് റൂമിൽ പോയി സംസാരിക്കുമായിരുന്നു പല കാര്യങ്ങളും. അതൊക്കെ ആയിരിക്കും ഒരുപക്ഷെ എൻ്റെ ഈ മാനസികമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഞാനൊരു സാധാരണ മനുഷ്യൻ ആക്റ്റീവായി ചിന്തിക്കാനും അത് മറ്റുള്ളവരെ പോലെ തന്നെയാണ് ഞാനും എന്ന് മനസ്സിലാക്കാനും എനിക്ക് പറ്റിയതുകൊണ്ടായിരിക്കാം എന്ന് മനസ്സിലാക്കും. ഞാൻ മുന്നേ അറിഞ്ഞത് കുറച്ച് സംഘടനാ പ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്ന ആളാണ് ഷാജി കാക്ക ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതിനെക്കുറിച്ചൊന്ന് ജസ്റ്റ് ചെറുതായിട്ട്. വികലാംഗ അസോസിയേഷന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. അതിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് തുടങ്ങുന്നത് വരെ, അതായത് പഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെട്ട് പല പല കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ പോകേണ്ടി വരും. അപ്പോൾ അന്ന് എനിക്കൊരു സ്കൂട്ടി ഉണ്ട്. ആ സ്കൂട്ടിയിൽ സ്വന്തമായിട്ട് എണ്ണ അടിച്ച് ഈ തട്ടുകട നടത്തിയിട്ട് അതിന് പൈസ എടുത്ത് എണ്ണ ഡ്രൈ സ്കൂട്ടർ ഉണ്ട്. അത് ഞാൻ പാലോട്ടിന് വാങ്ങിച്ചാണ്, സുഹൃത്തുക്കും കൂടെ പോയിട്ട് വാങ്ങിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ ആവശ്യത്തിന് തന്നെ. അപ്പോൾ അങ്ങനെ അവിടെ ചെന്ന് ഇത് പഞ്ചായത്ത് ഓഫീസിൽ പോയിട്ട് ഇപ്പം നമ്മൾ വിവരാവകാശ നിയമം അനുസരിച്ച് ഇപ്പോൾ വികലാംഗരുടെ പണം ഏത് രീതിയിലാണ് ചെലവഴിച്ചതെന്ന് അറിയാൻ വേണ്ടി നമ്മളൊരു ഇത് കൊടുക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും, നമുക്ക് നോട്ടീസ് തരും. ആ നോട്ടീസ് പ്രകാരം ഇന്നടുത്ത് ഒരു മന്ദബുദ്ധി സ്കൂളുണ്ട്, അതിന് ഇത്ര 1000 രൂപ ചിലവാക്കിയിട്ടുണ്ട്, പെയിന്റ് അടിക്കാൻ വേണ്ടി ഇത്ര ലക്ഷം രൂപ ചിലവാക്കി, അതിൻ്റെ കാർഡ് എടുപ്പിന് വേണ്ടി ഇത്ര ലക്ഷം രൂപ ചിലവാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് വിശദീകരണം കിട്ടും. അപ്പോൾ അതൊക്കെ ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ പിന്നെ ഈ സ്കൂളിൽ പോയി നോക്കും. അവിടെ കാർഡ് എടുത്തിട്ടില്ല, പെയിന്റ് അടിച്ചിട്ടുണ്ട്, കോപ്പി ചെയ്തിട്ടുണ്ടാവില്ല, അത് വേറെ സത്യം. എന്തായാലും ഇതും കഴിഞ്ഞ് ഞാനിങ്ങനെ 3-4 ഓട്ടോയിലോട്ട് ഓടുമ്പോഴെല്ലാം ഈ പാവങ്ങളാരും 10 പൈസ അവരിൽ നിന്നുണ്ടാവില്ല. എൻ്റെ ഈ മുട്ട ഓംലെറ്റ് അടിച്ച് കിട്ടുന്ന പൈസ എൻ്റെ കുടുംബത്തിന് ചിലവാക്കാൻ പറ്റും, ഇതിനുവേണ്ടി ചിലവാക്കാൻ പറ്റും. അത് പറ്റില്ല, ഒരിക്കലും സാധിക്കും. പിന്നെ ഓരോരോ സംഗതി വരുമ്പോഴത്തേക്ക് അന്ന് ഭക്ഷ്യ മന്ത്രിയായിരുന്ന മുല്ലക്കര രത്നാകരൻ അദ്ദേഹത്തിന് ഇതുപോലെ ചില പരാതികൾ കൊടുത്തു. അദ്ദേഹത്തിന് നോട്ടീസ് കിട്ടി. ഞാൻ അവിടെ നേരെ അവിടെ പഞ്ചായത്ത് ഓഫീസിൽ പഞ്ചായത്ത് ഓഫീസ് അങ്ങനെ സംഘടനാ പ്രവർത്തനം ഒരു പരിധിവരെ ഞാൻ മുമ്പോട്ട് കൊണ്ടുപോയിരുന്നു. നല്ലൊരു പരിപാടിയാണ്. പക്ഷെ സ്വപ്പം കാശും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാം. അതെ, നമ്മുടെ വ്യക്തിപരമായിട്ട് നമ്മുടെ കയ്യിൽ കാശില്ലെങ്കിൽ നമ്മളെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് ഞാൻ മെല്ലെ അതങ്ങ് നോക്കി നിർത്തി. കാരണം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ പാടാണ്. നമ്മൾ ചെയ്യുന്നുള്ളത് സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റ് ഒഴുകുപാറ അസീസ് പറയുന്ന പെരിങ്ങമല ഏറ്റവും ഇഷ്ടപ്പെടുന്നവരിൽ ഒരാളാണ്. കാരണം ഞാൻ ഒരുപാട് വിമർശിച്ചിട്ടുള്ളതാണ് പുള്ളിയെ. സ്റ്റേജുകളിൽ വെച്ച് വിമർശിച്ചു. വിമർശനം വേണമല്ലോ. അതെ, സ്റ്റേജുകളിൽ വെച്ച് വിമർശിച്ചിട്ടുണ്ട്. അതായത് തിരുവനന്തപുരത്ത് എന്നാലല്ലേ പ്രവർത്തനം കുറച്ചുകൂടി മെച്ചമാവുള്ളൂ. വിമർശനത്തിന് വിധേയമായിട്ടുള്ള ആളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഞാൻ 40 വർഷമായിട്ട് അദ്ദേഹമായിട്ട് പരിചയമുള്ള ആളാണ്. ഞാൻ പെരിങ്ങമല വരുന്ന മുമ്പേ തന്നെ പരിചയമുള്ള ആളാണ്. അവർ 2 പേര്. അപ്പോൾ അത് അസീസാക്കാണ്, ട്വിൻസാണ്. ഒരാൾ അസീസാക്കാണ് ഏറ്റവും കൂടുതൽ പ്രിയങ്കരനായിട്ടുള്ളത്. കാരണം അദ്ദേഹം നടത്തുന്ന ഈ ചാരിറ്റബിൾ സാന്ത്വനം ചാരിറ്റബിൾ സൊസൈറ്റി അതിൻ്റെ വാമനപുരം ബ്ലോക്ക് സെക്രട്ടറി കൂടിയുണ്ട്. ഇപ്പോഴും ഉണ്ടോ? ഇപ്പോഴും അതെങ്ങനെ ലൈവായിട്ട് പറഞ്ഞാൽ ഫേസ്ബുക്ക് വഴിയാണ് പലപ്പോഴും നമ്മൾ ഈ പ്രവർത്തനം നടത്തുന്നത്. അതിൻ്റെ ഈ ഒരുപാട് പ്രവർത്തനം അദ്ദേഹം നടത്തുന്നത്. അത് നമ്മൾ ഒരുപക്ഷെ ഇത് യൂട്യൂബിൽ അദ്ദേഹത്തെ കൂടെ ഉൾപ്പെടുത്തി അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് കൂടുതൽ പറയേണ്ട അത്യാവശ്യം. കാരണം അതിൻ്റെ ജസ്റ്റ് ഞാനെന്ന് പറയാം, ഈ കഴിഞ്ഞ ഫസ്റ്റ് ലോക്ക്ഡൗൺ ആണ് സമയത്ത്, കോവിഡിൻ്റെ പ്രാരംഭഘട്ടത്തിൽ, അത് മാർച്ച് 15-ാം തീയതിയാണ് ഞാൻ എൻ്റെ കല്ലമ്പലത്ത് അവിടെ എനിക്കൊരു ലോഡ്ജിൽ ഒരു മാനേജറായിരുന്നു ഞാൻ കഴിഞ്ഞ 1.5 കൊല്ലം മുമ്പ് വരെ. അങ്ങനെയും കൂടെ ഉണ്ട്. അങ്ങനെ വേഷം കിട്ടി തന്നു ചെയ്തെന്ന് പറഞ്ഞാൽ അങ്ങനെ വേഷം കിട്ടി. അവിടുത്തെ സംസം ലോഡ്ജിന്റെ റിസപ്ഷനിസ്റ്റ് മാനേജർ ഞാനായിരുന്നു. അതിൽ 4-5 കൊല്ലം 1.5 വിട്ടുള്ള പീരീഡുകൾ ഞാൻ അവിടെ നിന്നിട്ടുണ്ട്. ഇപ്പം ലാസ്റ്റിൽ ഈ കൊറോണ വരുന്ന തൊട്ട് മുമ്പ് വരും, മാർച്ച് 15-ാം തീയതി. അപ്പോൾ ഈ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ സൗഹൃദ വലയങ്ങൾ വെച്ചിട്ട് ഒന്ന് ഫോൺ ചെയ്ത് ചോദിക്കും, ഇന്നടുത്ത് ക്യാൻസർ രോഗിയായിട്ട് കിടക്കുന്ന കുറേ ആൾക്കാരുടെ
ഇന്ന സ്ഥലങ്ങളിലായിട്ട് ഈ പെരിങ്ങമല പഞ്ചായത്ത് ഇന്ന ഏരിയകളിൽ കിടക്കും. ഇവിടെ വേദന കൊണ്ട് വിഷമിക്കേണ്ട അവർ. ഇവിടെ ഒരു നേരത്തെ മരുന്ന് മാറ്റി കൊടുക്കാനുള്ള കുറച്ച് പൈസ തരും, അല്ലെങ്കിൽ കുറച്ച് മരുന്ന് മാറ്റി തരാം എന്ന് ഫോൺ ചെയ്ത് സുഹൃത്തുക്കളുള്ളത്. അങ്ങനെ നേരിട്ട് അത്രയും വിൽ പവറായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കും. അപ്പോൾ ഈ കേൾക്കുന്ന മനുഷ്യന് വേറെ ഒന്നുമില്ല. അയാളെന്തെയും മെഡിക്കൽ സ്റ്റോറിൽ എനിക്ക് പൈസ എന്താ, മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പൈസ കൊടുത്താൽ അങ്ങനെ മെഡിക്കൽ സ്റ്റോറിൽ പൈസ ഇല്ല, അയാൾ വന്ന് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. ഇങ്ങനെ 10 പേര് 20 പേര് 100 പേര് ഇങ്ങനെ പലരെയും കണ്ട് ഈ സാധനങ്ങളും ഒക്കെ വാങ്ങിക്കൂട്ടി ഒന്നെങ്കിൽ വീട് വിടാൻ നടന്നു കൊടുക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും വിളിച്ചു കൂട്ടും. എന്നെ വിളിച്ചു പറയണ്ടേ ഫംഗ്ഷൻ ആയിട്ട് വിളിച്ചു കൂട്ടി. അങ്ങനെ ഈ ലോക്ക്ഡൌൺ സമയത്ത് തന്നെ വിളിച്ചു പറഞ്ഞാൽ ഒരു 10 പേർക്ക് താഴെ വിളിച്ചവരെ കൂട്ടും. നമ്മുടെ ആൾക്കാർ, വൈകല്യമുള്ള ആൾക്കാർ, രോഗികളായിട്ടുള്ള അവരെ വീട്ടിൽ നിന്ന് വരാനുണ്ടെങ്കിൽ രോഗികളെ കൊണ്ടുവരണം വിളിച്ചു കൂട്ടി. ഈ വീട്ടിനെ വിട്ടത്തെയും വിളിച്ചു കൂട്ടി. എന്നിട്ട് ഒരു നേരത്തെ ഭക്ഷണവും മരുന്നും മൂടാനൊരു പുതപ്പും ഉടുക്കാനൊരു കൈലിയും. ഇത്രയൊക്കെ ഒരു മനുഷ്യൻ അയാളുടെ പൈസ കൊണ്ടല്ല, പക്ഷെ അയാളിരുന്ന് ഇത് ഇത്രയും ഇല്ല ചെയ്യുന്നത്. അയാൾക്ക് കിട്ടുന്ന എന്ത് കിട്ടുന്ന അയാൾക്ക് കിട്ടുന്ന ഒറ്റ കിട്ടലേ ഉള്ളൂ, അടച്ചത് പറയാൻ മുമ്പിൽ കിട്ടുന്നു പ്രതിഫലം. അത് മാത്രം അതാണ് ഞാൻ കണ്ടത്. അയാൾ അങ്ങനെയുള്ള സാമൂഹിക സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം. ഞാൻ രഹസ്യമായിട്ടാണെങ്കിലും അവരോടൊപ്പം കൂടി ഞാൻ പബ്ലിസിറ്റി കൂടെ ഫേസ്ബുക്കിൽ കുടിക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിരുന്നു. ഇപ്പോൾ ഏകദേശം 1000-ഓളം കുടുംബങ്ങൾക്ക് പച്ചക്കറി കിറ്റ് കൊടുത്തു. 1000-ഓളം കുടുംബങ്ങൾ, ഈ പറയുന്ന എനിക്കുൾപ്പെടെ പച്ചക്കറി കിറ്റ്. അത് പ്രത്യേകിച്ചും ഈ പോഷകാഹാരങ്ങൾ വേണ്ട ഒരു സമയം, ആ സമയത്ത് ആ ഒരു പീരീഡിലാണ് ഇത് ഇത്രയും ചെയ്തത്. അതുപോലെ തന്നെ കിടക്ക, ബെഡിൽ മൂടാനുള്ള പുതപ്പ്, പിന്നെ മരുന്നുകൾ, മെഡിസിൻസ്, അത്യാവശ്യം കുളി സോപ്പ്, തുണി കഴുകാനുള്ള സോപ്പ്, ഇതെല്ലാം ഈ സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇതൊരു മഹാസംഭവമായിട്ടൊന്നും ആരും കാണുന്നില്ലെങ്കിലും ഇത് കുറേ മനുഷ്യരുടെ മനസ്സിനകത്ത് വലിയ മഹത്വമായ കാര്യം. എന്നാലും ഒരു 10 രൂപ കൊടുത്ത് സഹായിക്കാൻ പറ്റിയാൽ അത് തന്നെ വലിയ പുണ്യമെന്ന് കരുതുന്ന ആളാണ് ഞാൻ. തീർച്ചയായിട്ടും. ഒരു ചിരി ഉണ്ടെങ്കിൽ ഒരാളെ സന്തോഷിപ്പിക്കാൻ പറ്റിയാൽ, അതെ, ചിരി ഒരു സദക്കയാണെന്ന് പ്രവാചകം പഠിപ്പിച്ചിരിക്കുന്നത്. ഒരാളുടെ മുഖത്തേക്ക് ഒന്ന് പുഞ്ചിരിച്ചു കൊടുത്താൽ അതുപോലെ നിങ്ങൾക്ക് പ്രയോജനം കിട്ടുമെന്ന് പ്രവാചകം പഠിപ്പിച്ചില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ചിരിക്കാനുള്ളത്? ഇങ്ങനെ മസിലും പിരിക്ക് നടക്കിയിട്ട് ഒരു കാര്യമില്ല, ചുമ്മാ ചിരിച്ചുകൂട്, അത്രേ ഉള്ളൂ. അതുപോലെ ഇപ്പൊ എന്തെല്ലാം ചെയ്ത് ഈ സാന്ത്വനത്തിന്റെ സജീവമായി ഓടി നടന്ന് പ്രവർത്തിക്കാൻ പറ്റില്ലെങ്കിലും ചിലപ്പോൾ ഒന്ന് ഫോൺ ചെയ്ത് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കുറിച്ച് ഇങ്ങനെ ചാരിറ്റി പ്രവർത്തനം നടക്കുന്നുണ്ട്. പക്ഷെ എന്ന് കരുതി ചാരിറ്റി പ്രവർത്തനത്തിന്റെ പിരിവ് നടത്താറില്ല. അതെ അതെ, നേരിട്ട് ആളിനെ വിളിക്കുക, ഏർപ്പാടാക്കുക. ഞാനിങ്ങനെ പബ്ലിസിറ്റി ചെയ്യുന്ന പറഞ്ഞാല് ആരെങ്കിലും കോണ്ടാക്ട് ചെയ്താൽ എവിടെയാണ് നടക്കുന്നത്, ഞങ്ങൾ ഒരു ടെക്സ്റ്റൈൽസുകാരാണ്, നിങ്ങൾക്കൊരു 10 ബെഡ്ഷീറ്റ് ഞങ്ങൾ തരാം എന്ന് ആരെങ്കിലും പറഞ്ഞാലോ അത് എനിക്കല്ല, ഞങ്ങളത് പബ്ലിക്കിനെ ഏൽപ്പിക്കാം. തീർച്ചയായിട്ടും അത് അവകാശപ്പെട്ടവർക്ക് കൊടുക്കും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഞങ്ങൾ അത് വാങ്ങിച്ചു കൊണ്ടു വയ്ക്കാനൊന്നുമല്ല. അപ്പം നമ്മൾ അത് ഒരു വലിയ കാര്യമായിട്ടാണ് ഇപ്പോഴും ഞാൻ കാണുന്നത്. ജീവിതാവസാനം വരെയും തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകുന്ന ആഗ്രഹമുണ്ട്. അതിൽ കൂടുതലായിട്ടൊന്നും നമുക്കൊന്നും ചെയ്യാനില്ല. ഇവിടെ ചെയ്യുന്ന നന്മകൾ അവശേഷിപ്പിച്ചിട്ട് പോവുക അല്ലേ. ഒരുപാട് കുറ്റങ്ങൾ ഈ ഇരിക്കുന്നതിൽ നമുക്കുണ്ടാവുമല്ലോ. അതെ, തീർച്ചയായും. ആരെയും കുറിച്ച് നിങ്ങൾ പറയാം, അതെല്ലാം നമുക്ക് നമ്മളേതെങ്കിലും തെറ്റായ രീതി നോക്കാം, അല്ലെങ്കിൽ ആരെയും കുറിച്ച് മോശമായ എന്തെങ്കിലും ഇല്ലാസിന്റെ കൂടി ഉണ്ട് പറയാം. അപ്പുറത്തുള്ളൊക്കെ കുറ്റകരമാണ്. അപ്പൊ ആ കുറ്റങ്ങൾക്ക് പകരമൊന്നും ആവില്ല. അത് അയാളോട് തന്നെ ചോദിച്ച് അതിന്റെ പൊരുത്തം വാങ്ങിക്കണം. എങ്കിൽ പോലും നമ്മൾ കുറെ നന്മകളെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയാൽ ജീവിതം ധന്യമാകും എന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. ചിലർ പറയും നിങ്ങളൊന്നും പാവരഹിതരാണ്, നിങ്ങൾക്കൊന്നും പാവമില്ല, നിങ്ങളൊക്കെ ദൈനംദിനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ശരിയാണ്, നമ്മൾ ദൈനംദിനം കുറേയൊക്കെ അനുഭവിക്കുന്നു, ഒരുപാടേറെ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും മനുഷ്യനാണ് പാവമാണ്. തീർച്ചയായിട്ടും മനുഷ്യന് സ്വാഭാവികമായിട്ടും പാപത്തിന്റെ നന്മയുടെ അംശങ്ങളുണ്ട്. അപ്പൊ അത് അതിലേക്ക് പോകും, അതൊക്കെ ചെയ്തു പോകും. അപ്പൊ അതുകൊണ്ട് ഭാവരഹിതനാണെന്നോ അല്ലെങ്കിൽ വലിയ പുണ്യവാനാണെന്നോ നമുക്ക് ആർക്കും കാര്യമൊക്കെ പറയാൻ പറ്റില്ല. എന്തായാലും വളരെ സന്തോഷമുണ്ട്, വിലാസമുണ്ട്. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഞാൻ വീഡിയോ കുറച്ച് ലെങ്തി ആയാലും കുഴപ്പമില്ല, എല്ലാവരും കാണുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെ ഞാൻ തുടരുകയാണ്. കാരണം ഒരു വലിയ ജീവിതത്തിനെ ചുരുക്കി പറയാണല്ലോ. ഇനി വ്യക്തിപരമായ ജീവിതത്തിലോട്ട് തന്നെ ഞാൻ തിരിച്ചു പോവുകയാണ്. ഭാര്യ മരണപ്പെട്ടതിന് ശേഷമുള്ള ജീവിതത്തിനെ കുറിച്ച് ചെറുതായിട്ട് ചുരുക്കി. ഭാര്യ മരണപ്പെട്ടതിന് ശേഷം ഉള്ള ജീവിതം ഒരു 8 മാസക്കാലം ഞാൻ ഒറ്റയ്ക്കായി. ജനുവരി 6-ാം തീയതിയായിരുന്നു ഞങ്ങളുടെ വിവാഹ വാർഷികം. ജനുവരി 6-ാം തീയതി രാവിലെ മരിക്കുന്നത്. ഓ, അങ്ങനെ സംഭവിച്ചു ഒരേ ദിവസം തന്നെ. അങ്ങനെ ഒരു വലിയ അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ മറക്കാനാകാത്ത ഒരു സംഭവം. അതിനുശേഷം ഞാൻ എങ്ങനെ ഒറ്റപ്പെട്ട ഫലം പറഞ്ഞിട്ട് ഇങ്ങനെ പോയാൽ എങ്ങനെ ഞാൻ പറഞ്ഞ് എല്ലാം എന്ത് ചെയ്യാൻ പറ്റില്ല. ഇപ്പം വയസ്സ് 50 കഴിഞ്ഞ ഒരാളാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഒരു വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാന്ന് പറയുന്നത് അത്ര യോഗ്യമായിട്ടുള്ള കാര്യമാണ് തോന്നുന്നില്ല. അപ്പം ഞങ്ങളില്ല, എൻ്റെ അനിയൻ തന്നെ പറഞ്ഞത് പറ്റില്ല, നിനക്കൊരു കൂട്ട് വേണം, നിനക്ക് 2 പെൺമക്കളാണുള്ളത്, അവർക്ക് നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരിക്കലും കഴിയില്ല, നിന്നെ സംരക്ഷിക്കാൻ. തീർച്ചയായിട്ടും അപ്പം നിനക്കൊരു വെള്ളം അനത്തി തരാനോ എന്തെങ്കിലും ഒരു സഹായത്തിനോ, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു വ്യക്തിത്വം ആയതുകൊണ്ട് നിനക്ക് കൂടുതൽ ആൾ വേണം. ഇപ്പം നിനക്ക് ദൈവത്തെ നടക്കാനും തുണി കഴിവാനും കുളിക്കാനും നിനക്ക് പറ്റും, പക്ഷെ അത് കഴിയുന്ന സമയം ഉണ്ടാവും. അപ്പോൾ അതിന് നിനക്ക് ആൾ അത്യാവശ്യമാണ്. അപ്പോൾ ഇത് ആര് മനസ്സിലായി? അങ്ങനെ എന്നപ്പോഴത്തേക്ക് ഈ ഒരു സജഷൻ അവൻ തന്നെ പറഞ്ഞു, ഇങ്ങനെ ആളുണ്ടല്ലോ, അത് ചോദിച്ചൂടെ. അപ്പോൾ എൻ്റെ നാട്ടുകാരിയാണ്
ചെറുപ്പകാലം മുതൽ കണ്ടറിയാവുന്ന ആളാണ്. ഓ അങ്ങനെ. പരിചയസമ്പന്നയാണ്. കൂട്ടുകാരെ പോലെ ആയിരുന്നവരാണ്. അതെ. ഗൾഫിലായിരിക്കുകയാണ്. ഇപ്പോൾ ഈ പറയുന്ന സമയത്ത് ഗൾഫിലാണ്. ഓ അങ്ങനെ. അങ്ങനെ ഞാൻ എന്തായാലും അപ്പോൾ പുള്ളി വിവരങ്ങളൊക്കെ അറിയാറുണ്ട്, ചോദിക്കാറുണ്ട്. ഓ വിശേഷങ്ങൾ അന്വേഷിക്കാറുണ്ട്. ഇവിടെ ആദ്യത്തെ പ്രാവശ്യം ഈ ക്യാൻസർ വന്ന സമയത്തും അതിൻ്റെ സെക്കൻഡറി വരുമ്പോഴൊക്കെ പുള്ളി അന്വേഷിച്ചറിയാറുണ്ട്, വിവരങ്ങൾ അറിയാറുണ്ട്. ഓ അങ്ങനെ. അങ്ങനെ ഇത് മരണ വാർത്തയും അറിഞ്ഞതിന് ശേഷം പിന്നെ വിളിച്ചില്ല. ഞാൻ അങ്ങനെ അങ്ങോട്ട് വിളിച്ചു. അങ്ങോട്ട് മിസ് കോൾ വിളിച്ചു. ഇങ്ങനെ സംഭവങ്ങളൊക്കെ എന്താ ചോദിക്കാനാണ് ഞാൻ വിളിക്കുന്നത്. അവരുടെ വിശേഷങ്ങളൊക്കെ എനിക്കറിയാം. സുഖമാണോ ചോദിക്കാൻ വേണ്ടി വിളിച്ചിട്ട് കാര്യമില്ലല്ലോ, അതൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ കാര്യങ്ങളെ കുറിച്ച് അങ്ങോട്ട് സൂചിപ്പിച്ചു. കുറച്ച് ദിവസം കുറച്ച് നാൾ കഴിഞ്ഞ ശേഷം സൂചിപ്പിച്ചപ്പോൾ ഇങ്ങനെ അയാൾ പറഞ്ഞു, ശരി അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കുടുംബം മുഴുവൻ അത് ആഗ്രഹിക്കുന്ന മക്കളും സപ്പോർട്ട് ചെയ്യണമെങ്കിൽ പിന്നെ വരാം എന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ ജീവിതത്തിലേക്ക് ഒരാൾ കൂടി കടന്നു പോയി. ഓഗസ്റ്റ് 8-ാം തീയതി. ഇപ്പൊ എത്ര വർഷമായി? ഇപ്പോൾ അത് 91 10 വർഷമായി. അപ്പോൾ അവർ വളരെ സപ്പോർട്ടീവാണ്. 8 വർഷമായി. എന്തായാലും നിങ്ങൾ ആ ഒരു വ്യക്തിത്വത്തിനെ അവർ വളരെ സപ്പോർട്ട് ചെയ്ത് പോകുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അതിന് യാതൊരു വ്യക്തിപരമായിട്ടായിരുന്നാലും ജീവിതത്തിലായിരുന്നാലും അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. സന്തോഷമാണ്. എന്നെ അറിയാമല്ലോ, കുട്ടിക്കാലം എന്നെ അറിയാമല്ലോ. അങ്ങനെ. അതെ, നിങ്ങളെന്നുള്ള വ്യക്തി അറിയാം. വേറൊരു ഇങ്ങനെ ആയിരുന്നു അകൽച്ച വരേണ്ട കാര്യം വരുന്നു. കുട്ടിക്കാലം എന്നെ അറിയാം. എൻ്റെ സ്വഭാവ രീതികൾ അറിയാം, എൻ്റെ കലാരംഗം അറിയാം, എൻ്റെ വിദ്യാഭ്യാസം അറിയാം, കുടുംബം അറിയാം, എല്ലാം അറിയാം. ആ ഒരു വിഷയമാണ്. അറിഞ്ഞുകൊണ്ട് തന്നെ ഒരാൾ തീർച്ചയായിട്ടും സ്വീകരിക്കാൻ തയ്യാറാകുന്നത് അതാണ് ഏറ്റവും വലിയ മനസ്സെന്ന് പറയുന്നത്. അവർക്ക് കൂടുതൽ വലിയ മനസ്സുകൊണ്ടാണ് ഈ ഒരു കണ്ടീഷനുള്ള ഒരാൾ, ഇതിനുണ്ടാക്കാൻ വയ്യാത്തൊരു മനുഷ്യൻ, 19 വയസ്സ് കഴിഞ്ഞ ഒരാൾ, സാമ്പത്തികമായി വലിയ മെച്ചമില്ലാത്ത ഒരാൾ, അതിലൂടെ പോകണോ കൊണ്ടെങ്കിൽ അവർ ആഗ്രഹിച്ചത് പോകണം, അല്ലെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് ആഗ്രഹിച്ചത് വളരെ വലിയ മനസ്സാണ്. അതെ. മക്കളെ കുറിച്ച് എത്ര മക്കളുണ്ട്? മക്കൾ 2 പേരാണ്. 2 പെൺകുട്ടികളാണ്. ഒരാളിന് ആഴ്ചയ്ക്ക് നെടുമങ്ങാടാണ്, മറ്റേ ആൾ ചെറ്റച്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. 2 പെൺകുട്ടികളാണ്. അവർ 2 പേരും കല്യാണം കഴിഞ്ഞ് പോയി. അപ്പോൾ അവർ വല്ലപ്പോഴും വരാറുണ്ട്. ഒരാൾ ഇവിടെ തന്നെ ഉണ്ട്. ചെറ്റച്ചലുള്ള ആൾ പോയും വരും, വന്നോട് നിൽക്കും. മറ്റേ ആൾ കൂടെ വന്നിട്ട് ലോക്ക്ഡൗൺ ആയി. ചെറുമക്കൾ 2 പേരാണ്. ഇരട്ടകളാണ്. ഇളയ മകൾക്ക് 2 ഇരട്ടാണ്. ഒരാണ് ഒരു പെണ്ണുമാണ്. ഇരട്ട മക്കളാണ്. അപ്പോൾ ചെറുമക്കളുമായിട്ട് വളരെ സന്തോഷകരമായിട്ടുള്ള അവരാണ് ഇപ്പം എൻ്റെ കൂട്ടുകാർ. പാടിക്കൊണ്ടിരിക്കുമ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും കളിയും ചിരിയും പാട്ടും അവരുടെ കരച്ചിലും പ്രയാസങ്ങളും അവരുടെ ശണ്ട കൂടുതലും അവരോടൊപ്പം പിണങ്ങിയിരിക്കലും ഒക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ കൂടുതൽ. ഞാൻ അവരുടെ ആളായി മാറുകയാണ് ചെയ്യുന്നത്. 2 കുട്ടികളെന്ന് പറയാൻ പറ്റില്ല, 3 കുട്ടികളാണ്. അല്ലെങ്കിലും ഒരു മുതിർന്ന ആളിന്റെ ഉള്ളിൽ ഒരു കുട്ടി ഉണ്ടെന്നാണ് പറയുന്നത്. തീർച്ചയായും അത് അവരിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ അവരെ കാണുമ്പോൾ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലും. പിന്നെ അവരെ പോലെ തന്നെയാണ്. അവരോടൊപ്പം ഞാൻ പിണങ്ങും. എനിക്കും പിണക്കം വരുമല്ലോ. അവരെ കൂടെ പോലെ ഞാനും പിണങ്ങും, അവരെന്നോടും പിണങ്ങും. പിന്നെ എന്നെ പാട്ടിലും ഒക്കെ അവരും കൂടെ വന്നിരുന്ന് പാടുകയും അവര് ഒരുപാട് എന്നോടൊപ്പം പാടും. ഞാനിപ്പോ ഒരു പാടുമ്പോഴത്തേക്ക് അപ്പൊ അവൻ പറയും നെഞ്ചിൽ എന്ന് പറയും. അടുത്ത വാക്കുകൾ അവൻ വാക്കുകൾ പറയും പാടാറായിട്ട്. അങ്ങനെ അവൻ കേട്ട് അവൻ പഠിച്ചോണ്ടിരിക്കും. അങ്ങനെ അവനും കൂടെ വരും. അപ്പോൾ നമ്മൾ ഖാദികൻ ഷാജി കാക്കയുടെ വിശേഷങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയൊരു ജീവിത കഥ ഇങ്ങനെ അദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പലതരത്തിലുള്ള ഫീലിങ്ങിൽ കൂടി ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ ലെങ്ത് ഒരു അല്പം കൂടിപ്പോകുമെന്ന് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. വീഡിയോയുടെ ലെങ്ത് അല്പം കൂടിപ്പോകും. എന്നാലും എല്ലാ കൂട്ടുകാരും ഇത് ക്ഷമയോടുകൂടി സന്തോഷത്തോടുകൂടി കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇനി നമ്മുടെ ഷാജി കാക്കയുടെ കലാപരമായ പടച്ചവൻ കൊടുത്ത കഴിവ്, കലാപരമായ കഴിവ്, ഗായകൻ എന്നുള്ള കഴിവിനെ നമ്മളൊന്ന് അനുഭവിക്കാൻ പോവുകയാണ്. അദ്ദേഹത്തിനെ കൊണ്ട് നമുക്കൊരു അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു പാട്ടൊന്ന് പാടിപ്പിക്കാൻ പോവുകയാണ്. അതും കൂടെ കൂട്ടുകാർ സന്തോഷപൂർവ്വം കേൾക്കുക, പ്രോത്സാഹിപ്പിക്കുക. പാടിക്കൊള്ളണം. യാ ഇലാഹി എന്നെ നീ പടച്ചുവല്ലോ, ഏറെ യാതന സഹിക്കുവാൻ വിധിച്ചുവല്ലോ. യാ ഇലാഹി എന്നെ നീ പടച്ചുവല്ലോ, ഏറെ യാതന സഹിക്കുവാൻ വിധിച്ചുവല്ലോ. ഞാൻ പറഞ്ഞിട്ടല്ല നീ പടച്ചതെന്നെ, ഇപ്പോൾ ഞാവൽ മര പക്ഷി പോൽ കരച്ചിൽ തന്നെ. യാ ഇലാഹി എന്നെ നീ പടച്ചുവല്ലോ, ഏറെ യാതന സഹി
വിധിച്ചുവല്ലോ. എത്രയായെന്നോ ദുനിയാവിന്നു പ്രായം, ഓർത്താൽ എത്ര പേർ മരിച്ചു പോയതെന്തുമായം. ഒന്നുമില്ലാതില്ല എന്നാലും ജ്വലിക്കും ലോകം, പിന്നെയും പിറ്റേന്നു സൂര്യൻ വന്നുദീക്കും. ലായി യായി ലായി എന്നെ നീ പടച്ചുവല്ലോ, ഏറെ യാതന സഹിക്കുവാൻ വിധിച്ചുവല്ലോ. എന്നെ നൊമ്പരപ്പെടുത്തും ചിന്തയാലേ റബ്ബേ, മന്നിതിൽ വാഴുന്നു ഞാൻ നിൻ കാവലാലേ. ഒന്നുമില്ലാതില്ല എന്നാലും ജ്വലിക്കും ലോകം, പിന്നെയും പിറ്റേന്നു സൂര്യൻ വന്നുദീക്കും. യാ ഇലാഹി എന്നെ നീ പടച്ചുവല്ലോ, ഏറെ യാതന സഹിക്കുവാൻ വിധിച്ചുവല്ലോ. അപ്പാണ് ഇതിനെ വീണ്ടും പറയുന്നത്. മറവി കുറച്ച് പ്രശ്നം. അത് കുഴപ്പമില്ല. എന്നാലും വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു പാട്ട്, പ്രത്യേകിച്ച് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു പാട്ട് പാടി തന്നതിന് വളരെ നന്ദി. ഇത്രയും നേരം കാക്കയുടെ ജീവിത വിശേഷങ്ങൾ മറ്റുള്ളവർക്കും കൂടെ വളരെ പ്രചോദനമാവുന്ന രീതിയിൽ പങ്കുവച്ച് തന്നതിന് വളരെ നന്ദി പറയുകയാണ്. ഇനിയും ഇതുപോലെ തന്നെ പോസിറ്റീവായിട്ട് 50 വയസ്സ് കഴിഞ്ഞു എന്നുള്ള ചിന്ത മനസ്സിന് വേണ്ട. വീണ്ടും ചെറുപ്പക്കാരനെന്നുള്ള രീതിയിൽ തന്നെ പ്രവർത്തന രംഗത്ത് ഇല്ല പ്രായം നമുക്ക് കൂടുന്തോറും ആത്മവിശ്വാസം കൂടണം എന്ന വിശ്വാസമൊക്കെ തന്നെ. പരമാവധി നമ്മൾ പ്രായം കൂടിപ്പോയി കഴിഞ്ഞാൽ അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അങ്ങോട്ട് തുടങ്ങാൻ പറ്റത്തില്ല. അങ്ങനെയല്ല, ഞാനിപ്പോഴും എൻ്റെ സ്കൂട്ടിയിൽ എൻ്റെ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങാൻ പോകുന്നതൊക്കെ ഞാനാണ് പരമാവധി. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് വേണ്ടത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. ഇൻഷാ അല്ലാഹ് അവസാനിക്കുന്നവരെയും അങ്ങനെ തന്നെ ആയിരിക്കണം. നല്ലൊരു ഇങ്ങനൊരു ചിന്ത ഇല്യാസിൻ്റെ മനസ്സിലുള്ളതിന് വളരെയധികം നന്ദി ഞാൻ പറയുകയാണ്. കാരണം നമ്മളിപ്പോൾ ഒരു വീടിനകത്ത് ഒതുങ്ങി കൂടുന്ന മനുഷ്യർക്ക് എൻ്റെന്ന് മാത്രമല്ല ഇല്യാസിൻ്റെയും ജീവിതം വളരെ പോസിറ്റീവായിട്ടുള്ളതാണ്. കാരണം അത്തർ വിൽപ്പനയുമായി ഞാൻ ആദ്യം കാണുന്നത് ഏകദേശം 5-6 കൊല്ലം മുമ്പാണെന്ന് തോന്നുന്നു. ആ സമയത്ത് ഞാൻ ആലോചിച്ചു, എന്നെക്കാൾ വൈകല്യം കുറവാണ്, പക്ഷേ എങ്കിൽ പോലും അത് അങ്ങനെ ഒരു ബിസിനസ് എന്തെങ്കിലും ചെയ്യണം, എൻ്റെ കുടുംബത്തെ പോറ്റണം, അത് എൻ്റെ ഉത്തരവാദിത്വമാണ്. അങ്ങനെ പോസിറ്റീവായിട്ടുള്ള ചിന്ത അങ്ങനെ തന്നെ ആ ഒരു എനർജി എന്ന് നിലനിർത്താൻ ഇല്യാസിന് കഴിയട്ടെ. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. എല്ലാവിധമായ ഐശ്വര്യം ഉണ്ടാകട്ടെ, നന്മയും ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ ഇത്രയും നേരം നമ്മളുമായി വിശേഷം പങ്കുവച്ചത് പെരിങ്ങമല ചിറ്റൂരുള്ള നമ്മുടെ സഹോദരനായ ഖാദികൻ ഷാജി എന്നറിയപ്പെടുന്ന ഷാജഹാൻ, അല്ലെ ഫുൾ പേര് ഷാജഹാൻ കാക്കായാണ്. അദ്ദേഹത്തിനോട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായി നന്ദി പറയുകയാണ്. വീണ്ടും ഊർജ്ജസ്വലതയോടുകൂടി സമൂഹത്തിന് നന്മയാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെച്ച് വീണ്ടും വളരെയധികം സ്വന്തം ഭിന്നശേഷിയെ ഒരു വലിയ ഊർജ്ജമായിട്ട് എടുത്തുകൊണ്ട് മനോധൈര്യത്തോടുകൂടി സമൂഹത്തിനും ജനങ്ങൾക്കും നന്മയായിട്ട് വർത്തിക്കാൻ അള്ളാഹു എല്ലാ കഴിവുകളും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ, ദീർഘായുസ് കൊടുക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ, ഇന്നത്തെ ആ ജീവിത സ്റ്റോറി, വീഡിയോ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ജീവിത കഥയാണ്. ഈ ജീവിതകഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, കമൻറ്റുകൾ എത്രയും വേഗം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ള സഹോദരന്മാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ അത്തർ ഇല്യാസ് എന്ന് പറയുന്ന ഈ ചാനൽ പരമാവധി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെയൊക്കെ വിലയേറിയ അഭിപ്രായങ്ങൾക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കുറച്ച് ലെങ്ത് കൂടിപ്പോയി, ഒരു ജീവിതകഥ ഇത്രയും ചുരുക്കി തന്നെ പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. എന്നിട്ട് പോലും കാക്കായെ കൊണ്ട് ഞാൻ വളരെ ചുരുക്കിയാണ് കാര്യങ്ങൾ പറയിപ്പിച്ചത്. ഇതെല്ലാം നമുക്കെല്ലാം ഒരു പ്രചോദനമായിരിക്കട്ടെ. ഈ കോവിഡ് കാലം സുന്ദരമായ രീതിയിൽ മറികടക്കാൻ വേണ്ടി നമ്മുടെ മനസ്സിൻ്റെ ഒരു ധൈര്യമായിട്ട് ഈ കഥ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം വിടവാങ്ങുകയാണ്. ബൈ.